പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരുമിച്ച് പറയാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ ആരാധന. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, നമ്മൾ ഈ നവംബർ മാസം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സഭ പ്രത്യേകം പ്രാർത്ഥിക്കുവാനായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു സമയം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കളെ, മരിച്ചുപോയിട്ടുള്ള വൈദികരെ, സമർപ്പിതരെ, മരിച്ചുപോയി ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന മുഴുവനും ആത്മാക്കളെ, ആരും പ്രാർത്ഥിക്കാനില്ലാതെ കഴിയുന്ന ആത്മാക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് സഭ മാറ്റിവെച്ചിരിക്കുന്ന ദിവസങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ നാളുകൾ പരിശോധിക്കുമ്പോൾ, ഈ ദിവസങ്ങൾ പരിശോധിക്കുമ്പോൾ അനേക മക്കള് എല്ലാ ദിവസവും പരിശുദ്ധ ബലിയർപ്പണത്തിന് പോകുന്നു, സിമത്തേരി പോയി പ്രാർത്ഥിക്കുന്നു, പൂർണ്ണ ദണ്ഡവിമോചനം എടുത്ത് പ്രാർത്ഥിക്കുന്നു, ഭാഗിക ദണ്ഡവിമോചനം എടുത്ത് പ്രാർത്ഥിക്കുന്നു, അവർക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു, കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ഇപ്രകാരം പ്രിയപ്പെട്ടവരെ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് ശുദ്ധീകരണ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഒത്തിരി ദൈവമക്കള് കഠിനമായി പ്രയത്നിച്ചുകൊണ്ട്, വില കൊടുത്തുകൊണ്ട്, ബലിയർപ്പിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ആത്മാക്കൾക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്നത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കറിയാം, 1-ാം തീയതി തൊട്ട് ഈ ദിവസങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക എന്താണ് ശുദ്ധീകരണ സ്ഥലമെന്നും, പരിശുദ്ധ ബൈബിളിൽ ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എന്നും, വിശുദ്ധരപ്രകാരമാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നും, ശുദ്ധീകരണ സ്ഥലത്ത് ഒരാത്മാവ് എത്തിച്ചേരാനുള്ള കാരണം എന്താണെന്നും, ആ ആത്മാവ് അനുഭവിക്കുന്ന വേദന എന്താണെന്നും, ആ ആത്മാവിന് എപ്രകാരമാണ് രക്ഷ പ്രാപിക്കാനായിട്ട് പറ്റുന്നത് എന്നൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ വളരെ വ്യക്തമായിട്ട് കാണുകയുണ്ടായി, മനസ്സിലാക്കിയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ചില വ്യക്തികൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യം ഇതാ: അച്ഛാ, ശുദ്ധീകരണ സ്ഥലത്ത് ഒരാത്മാവ് എത്ര നാള് കഴിയേണ്ടതായിട്ട് വരും? പ്രിയപ്പെട്ടവരെ, അത് ഇന്ന് പല ദൈവമക്കളുടെയും ഉള്ളിലുള്ള ഒരു ചോദ്യമാണ്, ഒരു സംശയമാണ്. എന്താണ് അതിന് ഉത്തരം എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കേ ഉള്ളൂ: ഒരാത്മാവിൻ്റെ സ്ഥിതി എപ്രകാരമാണോ, ഒരാത്മാവിൻ്റെ അവസ്ഥ എപ്രകാരമാണോ, അപ്രകാരമായിരിക്കും ആ ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കേണ്ടി വരുന്ന കാലാവധി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ, ചില വ്യക്തികളെ സംബന്ധിച്ച് ഒരു നിമിഷം മതിയായിരിക്കും, വേറെ ചില വ്യക്തികളെ സംബന്ധിച്ച് ഒരു ദിവസം വേണമായിരിക്കും, വേറെ ചില വ്യക്തികളെ സംബന്ധിച്ച് ഒരാഴ്ച വേണമായിരിക്കും, വേറെ ചില വ്യക്തികളെ സംബന്ധിച്ച് ഒരു വർഷം വേണമായിരിക്കും, ചില വ്യക്തികളെ സംബന്ധിച്ച് പല വർഷങ്ങൾ വേണമായിരിക്കും, ചില വ്യക്തികളെ സംബന്ധിച്ച് ഒരു നൂറ്റാണ്ട് വേണമായിരിക്കും ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും രക്ഷ പ്രാപിച്ചുകൊണ്ട് സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട്. പക്ഷേ ഈ കാര്യം ദൈവത്തിനും ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കൾക്കും വ്യക്തമായിട്ട് അറിയാം. അവർ എത്ര നാളും ശുദ്ധീകരണ സ്ഥലത്ത് കഴിയേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യം. എന്തിനാണ് ഇത്രയും നാള് ഈ വേദന അനുഭവിക്കുന്നത് എന്നതിനെ കുറിച്ചും അവർക്ക് വ്യക്തമായിട്ടുള്ള അറിവുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രധാനമായിട്ടും 5 രീതിയിൽ, 5 മേഖലയിലൂടെയാണ് നമുക്ക് ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ കാലാവധി, ദൈർഘ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഒന്നാമത്തെ കാര്യം, ചെയ്തു പോയിട്ടുള്ള പാപങ്ങളുടെ എണ്ണമനുസരിച്ച്. രണ്ടാമതായിട്ട്, ചെയ്ത പാപത്തെ ഓർത്തുള്ള അനുതാപത്തിൻ്റെ കുറവ്. മൂന്നാമത്തെ കാര്യം, മനഃപൂർവമായിട്ട് ദുരുദ്ദേശത്തോടു കൂടി ആ പാപം ചെയ്തു, ആ പാപത്തിൻ്റെ എന്തുമാത്രം ആ പാപത്തിൽ തിരഞ്ഞു നിൽക്കുന്ന തിന്മയുണ്ട്, അതോടൊപ്പം എത്രമാത്രം അറിവോടുകൂടി ആ പാപം ചെയ്തു എന്നതിൻ്റെ കാര്യമനുസരിച്ച്. പാപം ചെയ്തതിന് ശേഷം എന്തുമാത്രം പരിഹാരം ചെയ്തു എന്നതിൻ്റെ തോതനുസരിച്ച്. അവസാനമായി, മരണത്തിന് ശേഷം ആ ആത്മാവിന് ഭൂമിയിലുള്ളവർ കൊടുത്തിട്ടുള്ള
പ്രാർത്ഥനയുടെ തോതനുസരിച്ചാണ് ഒരാത്മാവ് എത്ര നാള് ശുദ്ധീകരണ സ്ഥലത്ത് കഴിയേണ്ടി വരും എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാളും നമ്മളൊക്കെ കരുതിയതിനേക്കാളും അനേക വർഷങ്ങൾ ഓരോ ആത്മാക്കളും ശുദ്ധീകരണ സ്ഥലത്ത് കഴിയേണ്ടതായിട്ട് വരും. ഒരുമിച്ചൊന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണ ആത്മാക്കൾ എന്ന് പറയുന്നത് നിസ്സഹായരായിട്ടുള്ള ആത്മാക്കളാണ്. എന്ന് വെച്ചാൽ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവിന് എല്ലാ സ്വാതന്ത്ര്യവും നഷ്ടപ്പെടുന്നു. ആ വ്യക്തിയുടെ ആത്മാവിന് എല്ലാ ബലവും നഷ്ടപ്പെടുന്നു, എല്ലാ ശക്തിയും നഷ്ടപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, അവസാനം ഈ ഭൂമിയിലായിരുന്നപ്പോൾ ആ വ്യക്തി ചെയ്തിട്ടുള്ള സകല സൽപ്രവൃത്തികളും മരണസമയത്ത് സ്വതന്ത്ര മനസ്സോടെ എടുത്തിട്ടുള്ള ആ തീരുമാനത്തോടു കൂടി ഈ ആത്മാവിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി നിൽക്കേണ്ടതായിട്ട് വരും. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ടാ വിശുദ്ധ കാതറിൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ഒരാത്മാവിന് യഥാർത്ഥത്തിൽ മനസ്തപിക്കാനായിട്ട് പറ്റില്ല. ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ഒരാത്മാവിന് യഥാർത്ഥത്തിൽ മനസ്തപിച്ചുകൊണ്ട്, കേൾക്കണം, മനസ്തപിച്ചുകൊണ്ട് തൻ്റെ പാപങ്ങള് ശുദ്ധീകരിക്കാനായിട്ട് പറ്റുമായിരുന്നെങ്കിൽ ആ ആത്മാക്കളൊക്കെ പണ്ടേ സ്വർഗത്തിലെത്തിയാനെ. കാരണം അവർ ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള അവബോധം ഈ ആത്മാക്കൾക്കുണ്ട്. പക്ഷേ അവർക്ക് സ്വയം രക്ഷ പ്രാപിക്കാനായിട്ട് പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ഈ ആത്മാക്കൾക്ക് രക്ഷ പ്രാപിക്കാനായിട്ട് പറ്റുക ഈ ഭൂമിയിലുള്ള ദൈവജനത്തിൻ്റെ ബലിയർപ്പണം വഴി, പ്രാർത്ഥന വഴി, പരിഹാരം വഴി, സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ട്, കാരുണ്യ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട്, ദാനധർമ്മങ്ങൾ നടത്തിക്കൊണ്ട്, ഇപ്രകാരമുള്ള കാര്യം ചെയ്ത് ഇവർക്ക് വേണ്ടി കാഴ്ചവെക്കുന്നതിലൂടെ മാത്രമാണ് ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കൾക്ക് രക്ഷ പ്രാപിക്കാനായിട്ട് സാധ്യമാകുകയുള്ളൂ. ഒരുമിച്ചൊന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ചില വ്യക്തികൾ എന്നോട് ചോദിച്ചു, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചോദിച്ചു, അച്ഛാ, ചില ആത്മാക്കൾക്ക് ഒത്തിരി കാലദൈർഘ്യമുണ്ടോ സ്വർഗത്തിൽ എത്തിച്ചേരാൻ? പ്രിയപ്പെട്ടവരെ, പ്രധാനമായിട്ട് മനസ്സിലാക്കണം, 4 കൂട്ടം ആത്മാക്കൾക്ക് ഒത്തിരി കാലതാമസമാണ് സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, പാപദോഷം ഈ മേഖലയിൽ വീണ് കിടക്കുന്ന ആത്മാക്കൾക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാൻ ഒത്തിരി കാലദൈർഘ്യമുണ്ട്. പാപദോഷം എന്ന് പറഞ്ഞാൽ ചില വ്യക്തികൾ വളരെ നിസ്സാരമാണെന്ന് കരുതുന്ന ചില പാപങ്ങള് അത് ആവർത്തിച്ച് ചെയ്യുന്നു. ഇതിന്റെ ഫലമായിട്ട് ഗൗരവമായിട്ടുള്ള ദൈവത്തിനെതിരായിട്ടുള്ള ലംഘനമായി തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്രകാരം ഗൗരവമായിട്ടുള്ള ദൈവത്തിനെതിരായ ലംഘനമായി തീരുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചാൽ, ഇപ്രകാരം ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ ഫലമായിട്ട് ആ ആത്മാക്കൾക്ക് അനേക നാള് ശുദ്ധീകരണ സ്ഥലത്ത് കഴിയേണ്ടി വരിക. ചില വ്യക്തികൾ ചിന്തിക്കുന്ന ചിന്ത ഇപ്രകാരമാ: അച്ഛാ, നമ്മളൊക്കെ മനുഷ്യരല്ലേ, ബലഹീനരല്ലേ, പാപം ചെയ്തു പോകില്ലേ? ഇങ്ങനെയൊക്കെയാ പല വ്യക്തികളും ചിന്തിക്കണം. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ബലഹീനരാ, ഇത് ദൈവത്തിനറിയാം. പക്ഷേ ഈ ബലഹീനതയെ മറികടക്കാനുള്ള ദൈവശക്തി തന്നിട്ടുണ്ട്, ദൈവകൃപ തന്നിട്ടുണ്ട്, ദൈവിക വെളിച്ചം തന്നിട്ടുണ്ട്, ദൈവിക ബലം തന്നിട്ടുണ്ട്. മക്കളെ, ഈ ദൈവകൃപയും ദൈവശക്തിയും ദൈവ വെളിച്ചവും ദൈവബലവും ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൻ്റെ ബലഹീനതയെ മറികടക്കുമ്പോൾ മാത്രമാണ് ഈ ആത്മാക്കൾക്ക് രക്ഷ പ്രാപിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് മക്കളെ, നിസ്സാരമാണെന്ന് നമ്മളൊക്കെ കരുതിയ പല പാപങ്ങളും അനേക വർഷക്കാലം നമ്മളൊക്കെ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ട അവസ്ഥയിലേക്ക് നയിക്കുന്ന പാപങ്ങളാണ് എന്ന് ദൈവജനം തിരിച്ചറിഞ്ഞോണം. രണ്ടാമത്തെ കാര്യം, പരിഹാരക്കുറവുള്ള മക്കള്. അവരനേക വർഷക്കാലം ശുദ്ധീകരണ സ്ഥലത്ത് കഴിയും. പരിഹാരക്കുറവുള്ള മക്കൾ എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ചെയ്തു പോയ പാപം
പാപക്ഷമ കിട്ടിയെങ്കിലും അതിനു വേണ്ടി ഒരു ഇത്തിരി പോലും പരിഹാരം ചെയ്യാതെ ഈ ഭൂമിയിൽ പാപമേഖലകൾ ആവർത്തിച്ച് ചെയ്തു കൂട്ടിയതിൻ്റെ ഫലമായിട്ട് പരിഹരിക്കപ്പെടാത്ത മുഴുവനും പാപങ്ങൾ ആ വ്യക്തിയിൽ കിടക്കുന്നത് കൊണ്ട് മരണശേഷം അനേക നാളുകൾ ആ ആത്മാവിന് ശുദ്ധീകരണ സ്ഥലത്ത് കഴിയേണ്ടതായിട്ട് വരും. മൂന്നാമതായിട്ട് അനുതാപക്കുറവുള്ള ആത്മാക്കള് എന്ന് വെച്ചാൽ വിശുദ്ധരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും, നിസാര പാപം ചെയ്താലും വിശുദ്ധരൊക്കെ ഒത്തിരി മനസ്സപിക്കുന്നു, അവർ ഒത്തിരി കരയുന്നു, അതിനുവേണ്ടി പരിഹാരം ചെയ്യുന്നു, അവർ പ്രായശ്ചിത്തം ചെയ്യുന്നു, അവർ ഉപവസിക്കുന്നു, അവർ ജാഗരണം നടത്തുന്നു. എന്തിനു വേണ്ടിയാ? ചെയ്ത പാപത്തിൻ്റെ ആ പരിണത ഫലം തൻ്റെ ജീവിതത്തിൽ വരാതിരിക്കാനായിട്ട് അവർ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതം നോക്കിക്കേ. നമ്മൾ എത്ര പേര് പരിഹാരം ചെയ്യുന്നുണ്ട്, പ്രായശ്ചിത്തം ചെയ്യുന്നുണ്ട്, അനുതപിക്കുന്നുണ്ട്. നമ്മളൊക്കെ ആവർത്തിച്ച് ചില പാപങ്ങൾ ചെയ്യുന്നു. പാപം ചെയ്തിട്ട് അതിനെ ഓർത്ത് അനുതപിക്കാതെ വീണ്ടും ആ പാപത്തിൽ ജീവിക്കുക. അങ്ങനെ കഴിയുന്ന ആത്മാക്കൾക്കും അനേക നാളുകൾ ശുദ്ധീകരണ സ്ഥലത്ത് കഴിയേണ്ടതായിട്ട് വരും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. അവസാനമായിട്ട് പ്രിയപ്പെട്ടവരെ, ഉപവിക്കെതിരായി ചെയ്യുന്ന പാപങ്ങൾ, അങ്ങനെ ജീവിക്കുന്ന മക്കള് അനേക നാളുകൾ ശുദ്ധീകരണ സ്ഥലത്ത് കഴിയേണ്ടി വരും. എന്ന് വെച്ചാൽ ഉപവിക്കെതിരായ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ സഹോദര സ്നേഹത്തെ വിഘടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ മേഖലയിൽ വിള്ളൽ വരുത്തി ജീവിക്കുന്നവർ, മനസ്സിൽ വെറുപ്പ് വെച്ച് ജീവിക്കുന്നവർ, ക്ഷമിക്കാത്ത അവസ്ഥയിൽ ചില ജീവിക്കുന്ന വ്യക്തികൾ, രമ്യപ്പെടാനായിട്ട് സാധ്യതയുണ്ടായിട്ടും രമ്യപ്പെടാതെ ജീവിക്കുന്നവർ, പരദൂഷണം പറഞ്ഞു ജീവിക്കുന്നവർ, അതിനേക്കാൾ ഉപരിയായിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തെ തകർത്തുകൊണ്ട് ജീവിക്കുന്ന മക്കളെ, ഇങ്ങനെയുള്ളവരും അനേക വർഷക്കാലം ശുദ്ധീകരണ സ്ഥലത്ത് കഴിയേണ്ടതായിട്ട് വരും. നമ്മൾ ഇന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ മരിച്ചുപോയവർ അനുതാപക്കുറവ് കാണും, ഉപവിക്കെതിരായി പാപങ്ങൾ ചെയ്തിട്ടുണ്ടാകും, പരിഹാരക്കുറവുകൾ ഉണ്ടായിട്ടുണ്ടാകും, പാപദോഷത്തിൽ വീണ് പോയിട്ടുണ്ടാകാം, ഒത്തിരി പാപങ്ങൾ ഏറ്റുപറയാൻ കാണും, അനുതാപമില്ലാത്ത അവസ്ഥകളുണ്ടാകാം, മനഃപൂർവ്വം ചെയ്തിട്ടുള്ള പാപങ്ങളുണ്ടാകാം, പരിഹാരം ചെയ്യാത്ത പാപങ്ങൾ കിടപ്പുണ്ടാകാം. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥന എത്തിയിട്ടില്ലായിരിക്കാം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു സമയമാണ്. എന്തിനു വേണ്ടിയാ? ഈ ആത്മാക്കൾ രക്ഷിക്കാനുള്ള സമയം, ഈ ആത്മാക്കൾക്ക് വേണ്ടി വില കൊടുത്ത് പ്രാർത്ഥിക്കാനുള്ള സമയം. എഴുന്നേറ്റ് നിന്ന് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി, ഭൂമിയിൽ നിന്ന് മരിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കൾക്ക് വേണ്ടി, ഈ ആത്മാക്കളെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, ദൈവമേ, ഇവരെ രക്ഷിക്കാനുള്ള കാലഘട്ടത്തിന്റെ കൃപ, അഭിഷേക ശക്തി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തരണമേ എന്നുള്ള ആഗ്രഹത്തോടെ കരമുയർത്തി സ്വരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിച്ച് ദൈവമേ, അനുഗ്രഹം ഒഴുകണമേ, ദൈവിക ശക്തി നൽകണമേ, ദൈവാനുഗ്രഹം നൽകണമേ, അഭിഷേക ശക്തി നൽകണമേ, ആത്മാക്കളെ രക്ഷിക്കാനുള്ള ദൈവിക കൃപ നൽകണമേ, ദൈവശക്തി നിറയട്ടെ, ദൈവിക ചൈതന്യം നിറയട്ടെ, ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം നൽകണമേ. ദാഹത്തോടെ സുതിച്ച് കരമടിച്ച് പാടി പ്രാർത്ഥിച്ചോ. ഒരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഒറ്റ വിളി ആത്മാവേ, ഹല 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 ഹല. ആത്മാവേ, ആത്മാവേ, ആത്മാവിന് വേണ്ടി ദാഹിച്ചേ.
പ്രാർത്ഥിച്ച് ശക്തിയോടെ ഒരു പുതിയ ചൈതന്യം നിറയട്ടെ മക്കളെ. In the power of Jesus Christ, 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 in the name 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 of Jesus Christ, in the power 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 of Jesus Christ. Hara 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 hara. Yeswe 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 yeswe. സുഭിക്ഷ പ്രാർത്ഥിച്ച് ആത്മാക്കൾക്ക് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിച്ച് വില കൊടുത്ത് പ്രാർത്ഥിച്ച മക്കളെ. പരിശുദ്ധ അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ഇപ്പോൾ സമർപ്പിക്കാം. മാതാവേ, ഞങ്ങൾ ഈ നിമിഷം അമ്മയ്ക്ക് അടിമ വയ്ക്കുക. കുറവുള്ള മക്കളാ, ചുള്ളി ദാഹമുണ്ട് അമ്മേ. ആത്മാക്കളെ രക്ഷിക്കാൻ ഒരു കൊതിയുണ്ട് അമ്മേ. ഈ കൊതിയെ ഒന്ന് ഉണർത്തണമേ, ഈ ദാഹത്തെ ഒന്ന് ഉണർത്തണമേ. ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി വില കൊടുത്ത് കണ്ണീരൊഴുക്കി പരിത്യാഗമെടുത്ത് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ അമ്മേ ഞങ്ങൾക്കൊരു കൃപ, ഞങ്ങൾക്കൊരു ദാഹം, ഞങ്ങൾക്കൊരു അഭിഷേകം അമ്മേ ഈ നിമിഷം നൽകണമേ എന്നുള്ള ആഗ്രഹത്തോടെ സകല മക്കളെയും സകല ശുദ്ധീകരണാത്മാക്കളെയും നമ്മുടെ ശുശ്രൂഷയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് ചേർന്ന് വിളിച്ചൊന്ന് പാടി പ്രാർത്ഥിക്കുക. എൻ്റെ അമ്മേ, ഞങ്ങളുടെ കൂടെയായിരുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളെ ഉണർത്തണമേ, ഞങ്ങളെ ജ്വലിപ്പിക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ ഈ നിമിഷം ഈശോയുടേതാക്കി ഒന്ന് മാറ്റണമേ എന്നുള്ള ആഗ്രഹത്തോടെ അമ്മയോട് ചേർന്ന് എല്ലാ മക്കളും ആഗ്രഹിച്ചൊന്ന് വിളിച്ച് പാടുകേ. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ അമലേ അമലേ മരിയേ. Praise the Lord. ഒരുമിച്ച് പറയാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വസ്ഥാനങ്ങളിൽ നമ്മൾ ഇരുന്നു കൊണ്ട് ആഗ്രഹിച്ച് ഈ നിമിഷം മനസ്സിൽ നന്നായിട്ട് പ്രാർത്ഥനയോടെ ഇരുന്നു കൊണ്ട് നമ്മൾ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ കാണാനായിട്ട് ഉദ്ദേശിക്കുന്ന വിഷയം ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കളെ എപ്രകാരമൊക്കെ രക്ഷിക്കാനായിട്ട് സാധിക്കും എന്നതിനെക്കുറിച്ചാണ്. നന്നായിട്ട് ശ്രദ്ധയോടെ ഇരുന്ന് കേൾക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമായത്. ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കളെ ഏതൊക്കെ രീതിയിൽ നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കും. ഇത് മനസ്സിലാക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്താണ് യേശുക്രിസ്തുവിൻ്റെ
മൗതിക ശരീരമായിട്ടുള്ള സഭ എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. യേശുക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ സഭയ്ക്ക് 3 ഭാഗങ്ങളുണ്ട്. 1 വിജയസഭ, 2 സമരസഭ, 3 സഹനസഭ. കേൾക്കണം, വിജയസഭ, സമരസഭ, സഹനസഭ. എന്താ മക്കളെ വിജയസഭ? വിജയസഭ എന്ന് വെച്ചാൽ സ്വർഗവാസികളെ മുഴുവനും പറയുന്ന പേരാണ്, അല്ലെങ്കിൽ സ്വർഗത്തിലുള്ള മുഴുവനും ആത്മാക്കളെ പറയുന്ന വിശുദ്ധരെ കുറിച്ച് പറയുന്ന കാര്യമാണ് വിജയസഭ. ഏതാണ് സമരസഭ അല്ലെങ്കിൽ സമരസഭയിലുള്ളത് ആരാണ് എന്ന് ചോദിച്ചാൽ ഈ ഭൂമിയിലുള്ള ദൈവമക്കളെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ കൂട്ടായ്മയെ കുറിച്ച് പറയുന്നതാണ് സമരസഭ. ഏതാണ് സഹനസഭ എന്ന് ചോദിച്ചാൽ ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കളെ കുറിച്ച് പറയുന്നതാണ് സഹനസഭ. പ്രിയപ്പെട്ടവരെ, ഈ 3 സഭകളും ഒന്നു ചേരുന്നതാണ് യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായിട്ടുള്ള സഭ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ഇത്രയും കൂടി ആഴത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. സമരസഭയിലുള്ള നമ്മളെ സംബന്ധിച്ച് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തങ്ങൾ എന്താണ് എന്ന് കൂടി പറയുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കളെ സഹായിക്കുക, രക്ഷിക്കുക, അവർക്ക് വേണ്ടി എല്ലാ രീതികളും എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളത് സമരസഭയിലുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്, കടമയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ ഇപ്രകാരം സഹായിക്കുന്നില്ലെങ്കിൽ, നമ്മൾ ഇപ്രകാരം ചെയ്തു കൊടുക്കുന്നില്ലെങ്കിൽ സഭയുടെ അടിസ്ഥാനങ്ങളെ നമ്മൾ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നുള്ള സത്യം കൂടി ഇന്ന് തിരിച്ചറിഞ്ഞോണം. പ്രിയപ്പെട്ടവരെ, വിജയസഭയിലുള്ള ആത്മാക്കളുടെ അല്ലെങ്കിൽ വിജയസഭയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ സമരസഭയെയും സഹനസഭയെയും സഹായിക്കുക, നമ്മൾ ഉയർത്തുന്ന ആരാധനയുടെ മഹത്വം വർദ്ധിപ്പിക്കുക, സഭയെ വിശുദ്ധീകരിക്കുക, ഓരോ രീതിയിലും സഭയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതാണ് വിജയസഭയുടെ ലക്ഷ്യം. എന്ന് വെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇത്രയൊന്ന് മനസ്സിലാക്കുക. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമ്മൾ സഭയുടെ അടിസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തുക ചെയ്തുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇപ്രകാരം ഒന്ന് ചിന്തിച്ച്, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വളർത്തു മൃഗമുണ്ടെന്നിരിക്കട്ടെ. അതൊരു പട്ടിയാകാം, ഒരു പൂച്ചയാകാം, ഒരാടാകാം, ഒരു പശുവാകാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒത്തിരി സ്നേഹിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന ആ മൃഗം ഒരു പുഴയിൽ പോയി വീണു. ആ വെള്ളത്തിൽ കിടന്ന് അത് മുങ്ങിപ്പൊങ്ങിക്കൊണ്ടിരിക്കുക. ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്ന? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്ര വില കൊടുത്തുകൊണ്ടും ആ വളർത്തുമൃഗത്തെ അതിൽ നിന്ന് രക്ഷിക്കാനായിട്ട് എത്ര വില കൊടുത്തും പരിശ്രമിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇച്ചിരോടെയും കടന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങളുടെ പ്രിയപ്പെട്ട മകനോ മകളോ ഏതെങ്കിലും ഒരു പുഴയുടെ വെള്ളത്തിൽ വീഴാനിട വന്നു. അവര് ആ കാണുന്ന ഒഴുക്കിൽ ഒലിച്ചൊലിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഇല്ലെങ്കിൽ ഒരു പൊട്ടക്കിണറ്റിൽ വീണാനിട വന്നു. അവരവിടെ കിടന്നുകൊണ്ട് വിളിക്കുന്നുണ്ട്, അപ്പാ എന്നെ ഒന്ന് രക്ഷിക്ക, അമ്മേ എന്നെ ഒന്ന് രക്ഷിക്ക. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ ഈ മക്കളുടെ വിളി കേട്ടിട്ട് ഓടിച്ചെന്നിട്ട് നിങ്ങൾ കാഴ്ചക്കാരായി നിൽക്കോ, അതെയോ നിങ്ങളുടെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന അല്ലെങ്കിൽ ആറ്റിൽ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്ന ആ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് നമ്മൾ സ്വന്തം ജീവൻ പണയം വെച്ച് പോലും അവരെ രക്ഷിക്കാനായിട്ട് ചാടും. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചേ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട അപ്പനാകാം, നമ്മുടെ പ്രിയപ്പെട്ട അമ്മയാകാം, ജീവിത പങ്കാളിയാകാം, മക്കളാകാം, സഹോദരങ്ങളാകാം. പ്രിയപ്പെട്ടവരെ, അനേക നാളുകളായിട്ട്, അനേക വർഷങ്ങളായിട്ട് ഇതാ അഗ്നി തടാകത്തിൽ കിടന്നുകൊണ്ട് അവർ യാചിക്കുന്നുണ്ട്, എൻ്റെ മക്കളെ എന്നെ ഒന്ന് രക്ഷിക്ക, എന്നെ നിങ്ങൾ മറന്നു കളയല്ലേ, എന്നെ ഒന്ന് സഹായിക്ക.
പ്രിയപ്പെട്ടവരെ, ഈ അഗ്നി തടാകത്തിൽ കിടന്നുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവര് ഈ പ്രകാരം കിടന്ന് യാചിച്ചിട്ട് നമ്മൾ എത്ര പേര് ഇവരെ സഹായിക്കാനായിട്ട് മുന്നോട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. പ്രിയപ്പെട്ട മക്കളെ, നമ്മളൊക്കെ പലപ്പോഴും പലരോടും പറയുന്നുണ്ട്, എനിക്കെൻ്റെ ഡാഡിയെ ഒത്തിരി ഇഷ്ടമായിരുന്നു, എനിക്കെൻ്റെ മമ്മിയെ ഒത്തിരി ഇഷ്ടമായിരുന്നു, എനിക്കെൻ്റെ സഹോദരന് ഭയങ്കരമായ സ്നേഹമായിരുന്നു, എൻ്റെ ജീവിത പങ്കാളി എൻ്റെ എല്ലാമായിരുന്നു. പക്ഷേ ഈ മരിച്ചു കഴിഞ്ഞിട്ട് ഇവരൊക്കെ മരിച്ചു കഴിഞ്ഞ് ഈ അഗ്നി തടാകത്തിൽ കിടന്ന് ഇവർ നമ്മുടെ മുമ്പിൽ അനേകം നാളുകളായി യാചിച്ചിട്ട് എത്ര മക്കള് ഇവരുടെ വിളി കേട്ട്, ഇവരുടെ സ്വരം കേട്ട്, ഇവരുടെ അവസ്ഥ കണ്ട് ഇവരെ സഹായിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട, ഇവരോട് കരുണ കാണിക്കുന്ന എത്ര പേര് ഇന്ന് ഈ കാലഘട്ടത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം. ഇവർ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം കൊണ്ടുണ്ട്. ഇവരുടെ വേർപാടിലൂടെ ഇവർ അഗ്നി തടാകത്തിൽ പോയി കിടന്നിട്ട് ചോദിക്കുവാണ്, മക്കളെ, എന്നെ കുഴി കൊണ്ടുപോയി വെച്ച് അടക്കം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെയാ ഇതുപോലെ സന്തോഷിക്കാൻ പറ്റുക? ഞാൻ ഈ അഗ്നി തടാകത്തിൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാ ഇതുപോലെ ആനന്ദിക്കാൻ പറ്റുക? ഈ അഗ്നി തടാകത്തിൽ ഞാൻ കടന്ന് ഇതുപോലെ വേദന കൊണ്ട് പൊളയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാ വിശ്രമിക്കാൻ പറ്റുക? നിങ്ങൾക്ക് എങ്ങനെയാ ഒന്ന് ഉറങ്ങാൻ പറ്റുക? നിങ്ങൾക്ക് എങ്ങനെയാ ഒന്ന് ഭക്ഷിക്കാൻ പറ്റുക? ഞാൻ ഉണ്ടാക്കി തന്ന വീട്ടിലല്ലേ നിങ്ങൾ കിടക്കുന്നത്? ഞാൻ ഉണ്ടാക്കിയ, ഞാൻ കിടന്ന കട്ടിലേലല്ലേ നിങ്ങൾ കിടക്കുന്നത്? ഞാൻ ഉണ്ടാക്കി വെച്ച പണമല്ലേ നിങ്ങൾ ഉപയോഗിക്കുന്നത്? എന്നെ അഗ്നി തടാകത്തിൽ ഞാൻ കിടന്നിട്ട് എൻ്റെ അവസ്ഥ കണ്ട് എന്നെ ഒന്ന് രക്ഷിക്കാൻ പരിശ്രമിക്കാതെ, മക്കളെ, എനിക്ക് വേണ്ടി ഒരു ബലിയർപ്പിക്കാതെ, ഒരു നന്മ നിറഞ്ഞ മറിയുമേ പോലും ചെല്ലാതെ നിങ്ങൾക്കെങ്ങനെ എന്നെ മറന്ന് ഇതുപോലെ സന്തോഷിക്കാൻ, ഇതുപോലെ ആനന്ദിക്കാൻ, ഇതുപോലെ വിശ്രമിക്കാൻ, ഇതുപോലെ ആനന്ദത്തോടു കൂടി ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എങ്ങനെയാന്നേ പറ്റുന്നേ? ഈ ആത്മാക്കളുടെ വേദന നമ്മൾ തിരിച്ചറിയണം മക്കളെ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന, ഈ ലോകത്തിൽ നിന്ന് മരിച്ചു ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കൾ ഇതുപോലെ കിടന്ന് കെഞ്ചി യാചിച്ചിട്ടും നമ്മൾ ഒന്ന് കരം നീട്ടാൻ, നമ്മൾ അവരെ സഹായിക്കാൻ കരം നീട്ടുന്നില്ലെങ്കിൽ നമ്മൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാ മക്കളെ. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച്, ഒരു വ്യക്തി 3 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. ആ വ്യക്തി നിങ്ങളുടെ മുമ്പിൽ വയറെ പിടിച്ചുകൊണ്ട് വന്നിട്ട് പറയുക, എനിക്ക് ഇച്ചിരി വിശക്കുന്നുണ്ട്, എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ തരാമോ? 3 ദിവസമായി ഞാൻ കഴിച്ചിട്ട്. നിങ്ങൾ എന്ത് ചെയ്യും പ്രിയപ്പെട്ടവരെ? ആ വ്യക്തിക്ക് എന്താണോ ആവശ്യമുള്ള ഭക്ഷണം അത് പെട്ടെന്ന് മനസ്സലിഞ്ഞിട്ട് ഓടിപ്പോയി അടുക്കളയിൽ നിന്ന് സാധനം എടുത്തുകൊണ്ടുപോയി കൊടുക്കും. നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടാകുക എന്ന് ചിന്തിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരാൾ തെറിച്ചു വന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന് വീഴുക, എഴുന്നേക്കാൻ പറ്റുന്നില്ല, അവർ കിടന്ന് കെഞ്ചുക, എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നെ ഒന്ന് രക്ഷിക്കാമോ? നമ്മൾ അറിയാതെ കൈ കെട്ടി നിൽക്കുമോ? അതെയോ ആ വ്യക്തി എടുത്ത് അടുത്ത വാഹനത്തിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകോ? നിങ്ങൾ ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി ഒഴുക്കിൽപ്പെട്ട് നമ്മുടെ മുമ്പിലേക്ക് കൈ നീട്ടുക. നമുക്ക് നീന്താൻ അറിയാം, നമുക്ക് രക്ഷിക്കാൻ അറിയാം. നമ്മുടെ മുമ്പിലേക്ക് കൈ നീട്ടി രക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ കൈ തട്ടിത്തെറിപ്പിക്കോ? അത് പിടിച്ച ആ വ്യക്തിയെ രക്ഷിക്കാൻ നോക്കോ? മക്കളെ, ഇവരെയൊക്കെ സഹായിക്കാനായിട്ട് നമ്മൾ ത്യാഗമെടുത്ത്, സഹനമെടുത്ത്, സമയമെടുത്ത് ഇവരെയൊക്കെ രക്ഷിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കും. എന്നാൽ ഇവരെക്കാളൊക്കെ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സഹായം ആവശ്യമുള്ള മക്കളാ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ. ഇവരെ പോലെ സഹായം ആവശ്യമുള്ള മറ്റൊരു കൂട്ടം ആത്മാക്കൾ ഈ ലോകത്തിൽ ഇല്ലെന്നേ. ഇതുപോലെ ദാഹിക്കുന്ന ആത്മാക്കള്, ഇതുപോലെ സഹിക്കുന്ന ആത്മാക്കള്, ഇതുപോലെ വേദനിക്കുന്ന ആത്മാക്കള്, ഇതുപോലെ സഹായം ആവശ്യമുള്ള ആത്മാക്കള് ഈ ലോകത്തിലില്ല. പക്ഷേ എത്ര മക്കളുണ്ട് ഇവരെ ഒന്ന് രക്ഷിക്കാനായിട്ട്, ഇവരെ ഒന്ന് പിടിച്ചുയർത്താനായിട്ട്, ഇവരെ ഒന്ന് ദൈവത്തിലേക്ക്, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇന്ന് എത്ര മക്കൾ പരിശ്രമിക്കുന്നുണ്ട്? നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം പ്രിയപ്പെട്ട ദൈവമക്കളെ. ഒരുമിച്ചൊന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ രക്ഷിക്കണമെന്നുള്ള കാര്യം.
ഈ ആത്മാക്കളെ രക്ഷിക്കാനായിട്ട് ദൈവം ഈ ലോകത്തിലുള്ള ഓരോ ദൈവമക്കളുടെ മുമ്പിൽ വന്ന് യാചിക്കുന്നുണ്ട്. കുഞ്ഞേ, ഈ ലോകത്തിലെ ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാതിരിക്കാനായിട്ട് ഇതാ എൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുത്തിട്ടുള്ള ഈ ആത്മാക്കളെ രക്ഷിക്കാനായിട്ട് കുഞ്ഞേ, നിനക്കൊന്ന് സഹായിക്കാൻ വരാമോ? ദൈവം മനുഷ്യന്റെ മുമ്പിൽ യാചിക്കുന്ന സമയമാ ശുദ്ധീകരണ ആത്മാക്കളെ രക്ഷിക്കാനായിട്ട്. ദൈവം അത്രമാത്രം കൊതിക്കുന്നുണ്ട് മക്കളെ, ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട്. പക്ഷേ എത്ര പേരുണ്ട് ഇന്ന് ഈ ആത്മാക്കളെ രക്ഷിക്കാൻ? ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ച് പറയുന്നത് അവർ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന ആത്മാക്കൾ, ദൈവത്തിനായിട്ട് ഒത്തിരി ദാഹിക്കുന്ന ആത്മാക്കൾ, അഗ്നിയുടെ എരിതീയിൽ കിടന്ന് വെന്തുരുകുന്ന ആത്മാക്കൾ. ഈ ആത്മാക്കളെ രക്ഷിക്കാനായിട്ട് ദൈവം മനുഷ്യന്റെ മുമ്പിൽ യാചിക്കുന്ന സമയമാണ്. ഓരോ മക്കളും ഈ കാണുന്ന ആത്മാക്കളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് യാചിക്കുന്ന സമയമാണ് മക്കളെ. ഓരോ കുർബാനയിലും ഓരോ പ്രാർത്ഥനയുടെ സമയത്തും ദൈവം പോലും മനുഷ്യന്റെ മുമ്പിൽ യാചിക്കുന്ന ഒരേ ഒരു കാര്യം, അത് ശുദ്ധീകരണ ആത്മാക്കളെ രക്ഷിക്കുക. പക്ഷേ നമ്മൾ ആരെങ്കിലും ഇതിനു വേണ്ടി വില കൊടുത്തിട്ടുണ്ടോ? ഇതിനു വേണ്ടി ഒന്ന് തയ്യാറായിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, എപ്രകാരമാ ശുദ്ധീകരണ ആത്മാക്കളെ രക്ഷിക്കാനായിട്ട് പറ്റുക? നമ്മൾ മനസ്സിലാക്കണം, ശുദ്ധീകരണ ആത്മാക്കളെ രക്ഷിക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള വലിയ ഉൾക്കാഴ്ച കിട്ടിയിരിക്കുന്ന ഒരു വാഴ്ത്തപ്പെട്ട ഒരു വ്യക്തിയാണ് മേരി അലൻ ലിൻ മേയർ എന്ന് പറയുന്ന വ്യക്തി. പ്രിയപ്പെട്ടവർ, ഈ വ്യക്തിക്ക് ചില ദർശനങ്ങൾ, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള ചില ദർശനങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്. ചില സമയത്ത് കാരാഗ്രഹമായിട്ട് ശുദ്ധീകരണ സ്ഥലം കാണിച്ചു കൊടുക്കും. ചില സമയത്ത് അഗ്നി തടവറയായിട്ട് ശുദ്ധീകരണ സ്ഥലം കാണിച്ചു കൊടുക്കും. ചില സമയത്ത് ഒരു മീൻകുളമായിട്ട് ശുദ്ധീകരണ സ്ഥലം കാണിച്ചു കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഈ കാണുന്ന വ്യക്തിക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ദർശനം ഇപ്രകാരമാണ്. ഒരു മീൻകുളത്തിൽ മീൻ ഇങ്ങനെ വെള്ളം കിട്ടാനായിട്ട് അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാനായിട്ട് വെള്ളത്തിൻ്റെ മുകളിൽ വന്ന് വാ തുറന്ന് യാചിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ, കുറച്ച് ഉപ്പിന് വേണ്ടി ദാഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ഈ വ്യക്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, എന്താണ് ദൈവമേ നീ എനിക്ക് കാണിച്ചു തന്ന കാഴ്ചയുടെ കാര്യത്തിൻ്റെ അടയാളങ്ങൾ അല്ലെങ്കിൽ ഉൾക്കാഴ്ച എനിക്ക് തരണമേ എന്ന് വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈശോ ആ വ്യക്തിക്ക് വെളിപ്പെടുത്തി കൊടുത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, ഇത് ശുദ്ധീകരണ സ്ഥലമാണ്. ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാക്കൾ 3 കാര്യത്തിന് വേണ്ടി ദാഹിക്കുന്നു എന്നാ പറയുന്നത്. ഒന്ന്, കണ്ണുനീരോടെ വില കൊടുത്തുള്ള മനുഷ്യജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്കായിട്ട് ദാഹിക്കുന്നു. 2, യേശു ക്രിസ്തുവിൻ്റെ രക്തം തൻ്റെ മേല് ഒഴുകാനായിട്ട് ദാഹിക്കുന്നു. 3-ാമതായിട്ട് സൽപ്രവർത്തികള്, ദാനധർമ്മങ്ങള്, നന്മ പ്രവർത്തികള് മനുഷ്യൻ ചെയ്ത് അവർക്ക് ആശ്വാസം കിട്ടാനായിട്ട് കാഴ്ചവെച്ച് അവർക്ക് ആശ്വാസം കിട്ടാനായിട്ട് ഈ ആത്മാക്കൾ ദാഹിക്കുന്നു എന്നുള്ള കാര്യം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ എത്ര പേരുണ്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവർക്ക് വേണ്ടി ഇപ്രകാരം പ്രാർത്ഥിച്ച് യേശുവിൻ്റെ രക്തമൊഴുക്കാൻ, സൽപ്രവർത്തികൾ, നന്മ പ്രവർത്തികൾ, ദാനധർമ്മങ്ങൾ ചെയ്ത് ഇവർക്കൊരാശ്വാസം മേടിച്ചു കൊടുക്കാൻ നമ്മളെ എത്ര പേര് ഇന്ന് വരെ തയ്യാറായിട്ടുണ്ടെന്നേ. എങ്ങനെയാ മക്കളെ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ രക്ഷിക്കാൻ പറ്റുക? പ്രധാനമായിട്ടും 8 മാർഗത്തിലൂടെയാ. 1, പരിശുദ്ധ കുർബാന. 2, ദണ്ഡവിമോചനം. 3, പ്രാർത്ഥനകള്. 4, ഉപവാസം. 5, ദാനധർമ്മം, കാരുണ്യ പ്രവർത്തികള്. 6, സൽപ്രവർത്തികള്, പുണ്യപ്രവർത്തികള്. 7, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങള്, വേദനകള്, വിഷമങ്ങൾ കാഴ്ചവെക്കല്. 8, അനുദിന ജീവിതത്തിലെ അധ്വാനങ്ങള്. പ്രിയപ്പെട്ടവരെ, ഈ 8 കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് ഈ ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കളെ നമുക്ക് രക്ഷിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്നത്. ഒരുമിച്ചൊന്ന് പറയാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതിൽ 1-ാമത്തെ കാര്യം നമ്മൾ എടുക്കുക. പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ഒരാത്മാവിനെ രക്ഷിക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗവും ഏറ്റവും എളുപ്പമുള്ള മാർഗവും ഏറ്റവും വിലയുള്ള മാർഗവും മറ്റൊന്നുമല്ല, അത് പരിശുദ്ധ കുർബാനയാ. സഭയുടെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ആദിമ സഭയിൽ തുടങ്ങി ഇന്നു വരെ മരിച്ചു പോയിട്ടുള്ള ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കൾക്ക് വേണ്ടി ബലിയർപ്പിച്ചിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും.
പ്രിയപ്പെട്ടവരെ, സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ സഭാപിതാക്കന്മാരും വിശുദ്ധരും വ്യക്തമായിട്ടും പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ്, ഇപ്രകാരം ബലിയർപ്പിച്ച് ആവർത്തിച്ചാവർത്തിച്ച് ഈ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ 5-6 കാര്യങ്ങൾ ഈ ആത്മാക്കൾക്ക് കിട്ടുകയാണ്. ഒന്നാമത്, ദൈവത്തിൻ്റെ കരുണ അവരിലേക്ക് ഒഴുകുന്നു. 2, സഹനങ്ങൾ ലഘൂകരിക്കുകയോ ഇല്ലാതാകുകയോ ചെയ്യുന്നു. 3-ാമതായിട്ട്, പാപത്തിൻ്റെ കടങ്ങൾ മോചിച്ചു കൊണ്ടിരിക്കുന്നു. 4-ാമതായിട്ട്, പ്രിയപ്പെട്ടവരെ, സ്വർഗപ്രാപ്തിയിലേക്ക് ഇവർ അടുത്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ ആത്മാവ് അല്ലെങ്കിൽ ആശ്വാസം കിട്ടാനായിട്ട്, അല്ലെങ്കിൽ ഈ ആത്മാവിന് ഒത്തിരിയേറെ ആശ്വാസം കിട്ടുന്നു നമ്മൾ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ. പ്രിയപ്പെട്ടവരെ, പല വിശുദ്ധരും ഇതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന കാര്യം ഇപ്രകാരമാ: മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി സമയം കിട്ടുമ്പോഴൊക്കെ, ദിവസം കിട്ടുമ്പോഴൊക്കെ, അതോടൊപ്പം തന്നെ അവരുടെ വാർഷിക ദിനത്തിലൊക്കെ നിങ്ങൾ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ആ പ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ അനേകം ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തു നിന്നും സ്വർഗപ്രാപ്തിയിലേക്ക് ഉയരുന്നതായിട്ട് കാണാനായിട്ട് പറ്റുമെന്ന് ഞാൻ പലപ്പോഴും ധ്യാനത്തിന് പോകുമ്പോൾ, ക്ലാസ് എടുക്കുമ്പോൾ ചില കാര്യം പറയാറുണ്ട്. അതിൽ പറയുന്ന ഒരു കാര്യമാണ്, ശമ്പളം ജോലിക്ക് പോയി ശമ്പളം മേടിക്കുന്നവർ ഒരു 400 രൂപയോ 500 രൂപയോ മാറ്റിവെക്കണം. അതിൽ 100 രൂപ ആദ്യം എടുത്തു കൊണ്ടുപോയി അപ്പൻ്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി ഒരു ബലിയർപ്പിക്കണം. അടുത്ത ഒരു 100 രൂപ എടുത്തിട്ട് അമ്മയുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി രണ്ടാമത് മറ്റൊരു ബലിയർപ്പിക്കണം. അതിനുശേഷം നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവർ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു ബലിയർപ്പിക്കണം. 4-ാമതായിട്ട്, ശുദ്ധീകരണ സ്ഥലത്ത് ആരും പ്രാർത്ഥിക്കാനില്ലാതെ കഴിയുന്ന ആത്മാക്കൾക്ക് വേണ്ടി ബലിയർപ്പിക്കണം. മക്കളെ, ഇപ്രകാരം ജോലിക്ക് പോയി ശമ്പളം മേടിക്കുന്ന മക്കൾ ഇപ്രകാരം എല്ലാ മാസവും ഒന്ന് ബലിയർപ്പിക്കാൻ തുടങ്ങിക്കേ. ഒരു ബിസിനസ് നടത്തി അതിൽ നിന്ന് നമുക്ക് ലാഭം കിട്ടുമ്പോൾ ഒരു 400 രൂപ എടുത്ത് മാറ്റിവെച്ചിട്ട് ഇപ്രകാരം ഒരു 4 കുർബാന ചൊല്ലിപ്പിച്ച മക്കളെ. ഇനി പണമില്ലാത്ത ദൈവമക്കളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കൊച്ചു കാര്യം പറയാം. നിങ്ങൾക്ക് സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ ദേവാലയത്തിൽ പോയി ബലിയർപ്പിച്ച് ഈ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഒന്ന് കാഴ്ചവെച്ച് ഇപ്രകാരം ചെയ്യുമ്പോൾ അനേകം ആത്മാക്കൾ രക്ഷ പ്രാപിക്കുന്നതായിട്ട്, സ്വർഗപ്രാപ്തിയിലേക്ക് അടുക്കുന്നതായിട്ട്, അവർക്ക് ആശ്വാസം ലഭിക്കുന്നതായിട്ട്, അവരിലേക്ക് ദൈവകരുണ ഒഴുകുന്നതായിട്ട്, ആ ആത്മാക്കളുടെ കടങ്ങൾ മോചിക്കപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനും അനുഭവിക്കാനും പറ്റും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ മധ്യസ്ഥൻ എന്ന് പറയുന്ന നിക്കോളാസ്, വിശുദ്ധ നിക്കോളാസ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം ഇപ്രകാരമാണ് പറയുന്നത്. അത് മറ്റൊന്നുമല്ല, അദ്ദേഹം ഒരു രാത്രിയിൽ, ഒരു ശനിയാഴ്ച രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് തനിക്ക് പരിചിതമായ ഒരു ശബ്ദം, ഒരു വ്യക്തിയുടെ ശബ്ദം തൻ്റെ മുറിയിൽ സംസാരിക്കുന്നത് കേൾക്കുക. പെട്ടെന്ന് കണ്ണു തുറക്കുമ്പോൾ തനിക്ക് അറിയാവുന്ന ഒരു വ്യക്തിയുടെ ശബ്ദം. പക്ഷെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ആ വ്യക്തി, കുറെ മാസങ്ങൾക്ക് മുമ്പ് ആ വ്യക്തി മരിച്ചുപോയതാ. പിന്നെ എന്തുകൊണ്ട് ഈ വ്യക്തി ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു? പ്രിയപ്പെട്ടവരെ, കുറച്ചു നേരം ഇത് എന്താണെന്ന് അറിയാനായിട്ട് കുറച്ചു നേരം ശാന്തമായിട്ട് ഇരുന്നിട്ട് ചോദിച്ചു, നീ ആരാണ്? ഈ വ്യക്തി കൃത്യമായിട്ടുള്ള പേര് പറഞ്ഞു. ഞാൻ ശുദ്ധീകരണ സ്ഥലത്താണ്, എനിക്ക് അനേക പാപങ്ങൾ എന്നിൽ കിടക്കുന്നുകൊണ്ട് ആ പാപങ്ങളുടെ കടങ്ങളുടെ മോചനത്തിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അതിനുവേണ്ടി എനിക്കൊരു 7 ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാമോ എന്ന് ഈ വ്യക്തിയുടെ ആത്മാവ് ഇപ്രകാരം വന്ന് യാചിക്കുക. പ്രിയപ്പെട്ടവരെ, ചരിത്രം പരിശോധിക്കുമ്പോൾ, നിക്കോളാസിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും, പിറ്റേ ദിവസം തൊട്ട് 7 ദിവസത്തേക്ക് വിശുദ്ധ നിക്കോളാസ് ആ വ്യക്തിക്ക് വേണ്ടി ബലിയർപ്പിക്കുക. 7 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ആത്മാവ് ഇദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഞാനിതാ സ്വർഗപ്രാപ്തിയിലേക്ക് അടുത്തു. അതുമാത്രമല്ല, അനേകം ആത്മാക്കള് അങ്ങയുടെ ബലിയർപ്പണത്തിൻ്റെ ഫലമായിട്ട് ശുദ്ധീകരണ സ്ഥലത്തു നിന്നും സ്വർഗത്തിലേക്ക് അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബലി മുടങ്ങരുത് എന്നുള്ള കാര്യം. എന്നെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാ: നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവർക്ക് വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ പാപകടങ്ങൾ മോചിച്ച് സ്വർഗപ്രാപ്തിയിലേക്ക് അടുത്തടുത്തുകൊണ്ടിരിക്കുവാന്നേ. വിശുദ്ധ പാതിരാപ്പിയുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം ഇപ്രകാരമാണ്. പാതിരാപ്പിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാനായിട്ട് പറ്റുക, അദ്ദേഹം ഒരു ദിവസം താഴത്തെ നിലയിൽ വന്ന് കിടക്കുക. പ്രിയപ്പെട്ടവരെ, ഉറങ്ങി ഒരു ഇത്തിരി നേരം കഴിഞ്ഞപ്പോഴേക്കും ആ മുറിയിൽ ഒരു വ്യക്തി വന്നിട്ട് പാതിരായ പിയോയെ വിളിച്ചെഴുന്നേൽപ്പിക്കുക.
പിയോയ്ക്ക് മനസ്സിലായി ഇത് ശുദ്ധീകരണ സ്ഥലത്ത് വന്നിരുന്ന ഒരു ആത്മാവാ. ഈ ആത്മാവിനോട് ചോദിച്ചു, ഞാൻ എന്താ ചെയ്തു തരേണ്ടേ? ഈ പിയോട് ഈ ആത്മാവ് പറയുന്ന ഇപ്രകാരമാ, എനിക്ക് വേണ്ടി ഒന്ന് ബലിയർപ്പിക്കാമോ? എന്നിട്ട് സ്വയം പരിചയപ്പെടുത്തുകയാ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഈ മുറിയിൽ തന്നെ ഇവിടെ കടന്ന് മരിച്ചുപോയ വ്യക്തിയാ. പണ്ടിതൊരു വൃദ്ധ സദനമായിരുന്നു. അന്ന് ഈ കാണുന്ന സ്ഥലത്തിന് തീപിടുത്തം ഉണ്ടായിട്ട് ഇവിടെ കടന്ന് വെന്തു മരിച്ചുപോയ വ്യക്തിയാ. എൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒന്ന് ബലിയർപ്പിക്കാമോ? പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പാതിരാപ്പിയോ ചെയ്ത കാര്യം തൻ്റെ സുപ്പീരിയർ അച്ഛനോട് ചോദിച്ചിട്ട് പിറ്റേ ദിവസം ഈ ആത്മാവിന് വേണ്ടി ബലിയർപ്പിക്കുക. ഈ സുപ്പീരിയർ അച്ഛനോട് ഈ കാര്യങ്ങളെല്ലാം പാതിരാപ്പിയോ പറയുക. പ്രിയപ്പെട്ടവരെ, ഈ സുപ്പീരിയർ അച്ഛൻ ആദ്യം വിശ്വാസം വന്നില്ല. ഈ സുപ്പീരിയർ അച്ഛൻ ചെയ്ത കാര്യം ചരിത്രം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള വർഷങ്ങളിൽ നടന്ന കാര്യങ്ങളൊക്കെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ ആത്മാവ് പറഞ്ഞ അതേ ദിവസം അതേ വർഷം ആ പേരിൽ അങ്ങനെ ഒരാളുണ്ടായിരുന്നു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് ഈ സുപ്പീരിയർ അച്ഛൻ കാണുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പാതിരാപ്പിയോ ഇപ്രകാരം പറയുന്നത്, താൻ ബലിയർപ്പിക്കാൻ ബലിപീഠത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന സമയത്ത് എൻ്റെ ചുറ്റിലും ലോകത്തിലുള്ള വ്യക്തികളല്ല വന്ന് നിൽക്കാറ്, ഏറ്റവും കൂടുതൽ വന്ന് നിൽക്കാറ് ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കളാണ് എന്നുള്ള കാര്യം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, മരിയാസിമ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം ഇപ്രകാരമാണ്. ഒരു ദിവസം പ്രഭാതത്തിൽ 4 മണിക്ക് ഇതാ ഒരാത്മാവ് തൻ്റെ മുറിയിലേക്ക് കടന്നു വന്നിരിക്കുക. ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ഒരാത്മാവ് കടന്നു വന്നിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ആത്മാവ് വന്നിട്ട് അവിടെ കിടന്ന് പല രീതിയിൽ അസ്വസ്ഥ ഉണ്ടാക്കുക. ഈ മരിയാസിമ ചോദിക്കുന്നുണ്ട്, അങ്ങ് ആരാണ്? അദ്ദേഹം ഉത്തരം പറയുന്നില്ല. ഈ ആത്മാവ് ഉത്തരം പറയുന്നില്ല. വീണ്ടും ചോദിക്കുന്നു, അങ്ങ് ആരാണ്? പറയുന്നില്ല. അവസാനം ആ ആളെ പോയി പിടിക്കാൻ നോക്കിയപ്പോൾ വെറും വായുവിനെ മാത്രം പിടിക്കാൻ പറ്റുന്നുള്ളൂ, പിടിക്കാനായിട്ട് പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഒത്തിരിയേറെ വിഷമമായി, അസ്വസ്ഥയായി. പിറ്റേ ദിവസം രാവിലെ സ്പിരിച്വൽ ഫാദറിനോട് പോയി പറഞ്ഞു, ഇപ്രകാരം ഒരു സംഭവം ഉണ്ടായി. ഈ സ്പിരിച്വൽ ഫാദർ മരിയാസമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, അങ്ങ് ആരാണെന്നല്ല ചോദിക്കണ്ടേ, മറിച്ച് എന്നിൽ നിന്നും എന്താണ് അങ്ങേക്ക് ആവശ്യമുള്ളത്, ഇപ്രകാരം ചോദിക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അന്ന് രാത്രിയിൽ വീണ്ടും ഈ ആത്മാവ് വന്നു. അപ്പോൾ മരിയാസമ്മ ചോദിച്ചു, അങ്ങ് എന്നിൽ നിന്നും എന്താണ് ആവശ്യപ്പെടുന്നത്? മരിയാസിമയോട് ഈ ആത്മാവ് പറഞ്ഞ കാര്യം, എനിക്ക് വേണ്ടി ഒരു 3 കുർബാന അർപ്പിക്കാമോ? പ്രിയപ്പെട്ടവരെ, മരിയാസിമ ആ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ 3 കുർബാന അർപ്പിച്ചു. അതിനുശേഷം ഒരു ഇൻ്റർവ്യൂവിൽ മരിയാസിമ പറയുന്ന ഒരു കാര്യപ്രകാരമാണ്, ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കളെ രക്ഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമെന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല, അത് പരിശുദ്ധ ബലിയർപ്പണമാണ് എന്നുള്ള കാര്യം. കാരണം യേശുക്രിസ്തുവിൻ്റെ തിരുശരീരത്തോട്, തിരുമുറിവിനോട്, തിരുരക്തത്തോട് മരിച്ചു പോയിട്ടുള്ള ആത്മാക്കളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പാപകടങ്ങൾ മുഴുവനും മോചിച്ച് ദൈവത്തിൻ്റെ കരുണയൊഴുകി ആ ആത്മാക്കളെ രക്ഷ സംഭവിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് ബലിയർപ്പണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമെന്ന്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ വിശുദ്ധ മരിയാസിമ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു വ്യക്തി മരിച്ചുപോയ ഒരു വ്യക്തിയുടെ ആത്മാവിന് വേണ്ടി ഭൂമിയിലുള്ള ദൈവമക്കള് ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് ഏറ്റവും ഫലദായകമായി തീരുന്നത് ജീവിച്ചിരിക്കുന്ന സമയത്ത്. കേൾക്കണം മക്കളെ, ജീവിച്ചിരിക്കുന്ന സമയത്ത് ഏതൊക്കെ വ്യക്തികൾ പരിശുദ്ധ കുർബാനയ്ക്ക് വലിയ മൂല്യം കൊടുത്ത് ജീവിച്ചിട്ടുണ്ടോ അവർക്ക് വേണ്ടി ബലിയർപ്പിക്കുമ്പോൾ അത് പെട്ടെന്ന് ഫലദായകമായി തീരും. 2, പൂർണ്ണ ഹൃദയത്തോടെ ആരൊക്കെ പരിശുദ്ധ കുർബാനയെ സ്നേഹിച്ചിട്ടുണ്ടോ അവർ മരിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുകയാണെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്കത് പെട്ടെന്ന് ഫലദായകമായി തീരും. 3 പറയുന്നു, സാധാരണ ദിവസങ്ങളിലും പോയി പരിശുദ്ധ ബലിയിൽ സംബന്ധിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നവർക്ക് അവർ മരണമടഞ്ഞതിന് ശേഷം ബലിയർപ്പിക്കുമ്പോൾ ആ ബലി അവർക്ക് ഒത്തിരി ഫലദായകമായി തീരും എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ച്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരൊക്കെ പലപ്പോഴും ബലിയർപ്പണമില്ലാത്തതായിരിക്കും. നമ്മൾ ആണ്ടിന് മാത്രം ബലിയർപ്പിച്ച പോരാ മക്കളെ. നമ്മുടെ കയ്യിലൊക്കെ പൈസ വരുമ്പോൾ അതും ഇതും മേടിച്ചു കൂട്ടാൻ പരിശ്രമിക്കാതെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയ തലമുറയ്ക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ കാശ് കൊടുത്താൽ മാത്രം പോരാട്ടോ മക്കളെ. മറിച്ച് നിങ്ങൾ ഒരുക്കത്തോടു കൂടെ ആ ദിവ്യബലിയിൽ സംബന്ധിച്ച ആ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കാസയിലേക്കും പീലാസയിലേക്കും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴാണ് ആ ആത്മാവിന് ആ പരിശുദ്ധ കുർബാന ഫലദായകമായി തീരുള്ളൂ. ഇല്ലാതെ കുറച്ച് പൈസ കൊണ്ടുപോയി ഒരച്ഛനെ ഏൽപ്പിച്ച് കുറച്ച് ബലിയർപ്പിച്ചേരെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോകുക അല്ല മക്കളെ ചെയ്യണ്ടേ.
പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ ജത്രൂദിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട് മക്കളെ. അത് മറ്റൊന്നുമല്ല, ജത്രൂദ് പരിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞാൽ ജത്രൂദ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് മിസ്റ്റർ പീറ്റർ ഡാമിയൻ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലയിൽ നിന്നും ഒരു വിടുതൽ തന്ന് എൻ്റെ ജീവിതം മാറ്റിമറിക്കാൻ കാരണമായി തീർന്നത് മരിച്ചുപോയ എൻ്റെ അപ്പന് വേണ്ടി, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ബലിയർപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എന്ന്. പ്രിയപ്പെട്ട എൻ്റെ ദൈവമക്കളെ, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള ഒറ്റ കാര്യം ഇതാ: നിങ്ങൾക്ക് സാധിക്കുമ്പോഴൊക്കെ പരിശുദ്ധ ബലിയർപ്പിക്കുക, ആ ബലിയർപ്പണത്തിൽ പങ്കുചേര്, എന്നിട്ട് ഈ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്ക്. അങ്ങനെ അനേകം ആത്മാക്കളെ പരിശുദ്ധ ബലിയിലൂടെ രക്ഷിക്കാനായിട്ട് ഓരോ ക്രൈസ്തവനും പരിശ്രമിക്കുമ്പോഴാ നമ്മുടെ ജീവിതം അർത്ഥപൂർണമായ ജീവിതമായിട്ട് തീരുക. വിശ്വാസമുണ്ടെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഗ്രിഗോറിയൻ കുർബാന. ഞാൻ അതിനെക്കുറിച്ച് വിവരിച്ചൊന്നും പറയുന്നില്ല, പക്ഷെ ഇത്രയൊന്ന് മനസ്സിലാക്ക്. പല ആൾത്താരകളിലായിട്ട് നമ്മൾ 30 ദിവസം ഒരേ നിയോഗത്തിന് വേണ്ടി, ഒരാത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അടുപ്പിച്ച് 30 കുർബാന അർപ്പിക്കുന്നതാ ഗ്രിഗോറിയം കുർബാന എന്ന് പറയുന്നത്. അത് വിശുദ്ധ ഗ്രിഗറി ഉണ്ടാക്കിയ കുർബാനയല്ല, വിശുദ്ധ ഗ്രിഗറി അതിനെ പ്രോത്സാഹിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. കാരണം വിശുദ്ധ ഗ്രിഗറി ഇപ്രകാരം 30 കുർബാന അടുപ്പിച്ച് ഒരാത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചപ്പോൾ 30 ദിവസത്തെ കുർബാന കഴിഞ്ഞപ്പോൾ ആത്മാവ് കടന്നു വന്നിട്ട് ആ ഗ്രിഗറിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്: ഇതാ എൻ്റെ ആത്മാവ് സ്വർഗപ്രാപ്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ വിശുദ്ധ അതുപോലെ തന്നെ മറ്റൊരു വിശുദ്ധൻ്റെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോഴും ഇപ്രകാരമുള്ള ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് പറ്റും. വിശുദ്ധ വിൻസെന്റ് ഫെറർ, അദ്ദേഹത്തിൻ്റെ സഹോദരി മരിച്ചു പോയപ്പോൾ ആ സഹോദരിയുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി 30 കുർബാന അർപ്പിച്ച് കാഴ്ചവെച്ചപ്പോൾ ആ ആത്മാവ് രക്ഷ പ്രാപിച്ചതായിട്ട് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുക, പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾക്ക് സാധിക്കുമ്പോഴൊക്കെ 30 പരിശുദ്ധ ബലിയർപ്പിച്ച് ഈ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഗ്രിഗോറിയൻ കുർബാന അർപ്പിച്ച് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കെട്ടുത്തിരി അഴിയപ്പെടുക. നമ്മൾ 30 കുർബാനയ്ക്ക് പൈസ കൊടുത്ത് പോകുന്ന പരിപാടി അല്ല മക്കൾ ഇത് വേണ്ടേ. മറിച്ച് 30 ഗ്രിഗോറിയൻ കുർബാനയ്ക്ക് വേണ്ടി നിങ്ങൾ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കുർബാനയിൽ പ്രത്യേകമായിട്ട് പങ്കുചേരണം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ബലിപീഠത്തിൻ്റെ മുമ്പിൽ പോയി ബലിയർപ്പിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകണം. അങ്ങനെ കാഴ്ചവെക്കുമ്പോഴാണ് അത് ആത്മാവിന് അനുഗ്രഹമായി ഫലദായകമായിട്ട് തീരുക. ഒരുമിച്ചൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, ആ ശുദ്ധീകരണ ആത്മാക്കളെ രക്ഷിക്കാനുള്ള ഒന്നാമത്തെ കാര്യം പരിശുദ്ധ കുർബാന. രണ്ടാമത്തെ കാര്യം ദണ്ഡവിമോചനം. അത് അച്ഛൻ ഒന്നാമത്തെ ദിവസം അതിനെക്കുറിച്ച് പറഞ്ഞു തന്നതാ. മൂന്നാമത്തെ കാര്യമാണ് പ്രാർത്ഥനകൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, സഭയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അനേകം സഭാപിതാക്കന്മാരും അനേകം വിശുദ്ധരും പറഞ്ഞു വെക്കുന്ന കാര്യമാണ്, ഓരോ ദൈവമക്കളും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രേരണ ഉണ്ടാക്കി കൊടുക്കണം. അപ്രകാരം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ആത്മാക്കളുടെ മേൽ ദൈവത്തിൻ്റെ കരുണയൊഴുകാൻ തുടങ്ങും. രണ്ടാമതായിട്ട് പറയുന്നു, അവർക്ക് ആശ്വാസം ലഭിക്കാനായിട്ട് തുടങ്ങും. 3, അവരുടെ സഹനം ലഘൂകരിക്കാനും ഇല്ലാതാകാനും തുടങ്ങും. 4, സ്വർഗപ്രവേശനത്തിലേക്ക് അവർ അടുക്കാൻ തുടങ്ങും. 5, അവർ വിടുതൽ പ്രാപിക്കാൻ തുടങ്ങും. 6, അവരുടെ പാപകടങ്ങളൊക്കെ മോചിക്കപ്പെടാൻ തുടങ്ങും. എന്ത് ചെയ്താൽ മതി? ഈ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ. ഏതൊക്കെയാ മക്കളെ പ്രാർത്ഥന? 1, പരിശുദ്ധ ജപമാല പ്രാർത്ഥന. കാരണം ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും പല ആത്മാക്കളും പല വിശുദ്ധർക്കും പ്രത്യക്ഷപ്പെട്ട് പറയുന്ന കാര്യമാണ്, എനിക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. കാരണം മക്കളെ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവ് ശുദ്ധീകരണ സ്ഥലം സന്ദർശിച്ച് ഈ ആത്മാക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുക. അതുകൊണ്ട് ജപമാല പ്രാർത്ഥന വലിയൊരു പ്രാർത്ഥനയാണ് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി. നിങ്ങൾ നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോഴൊക്കെ ജപമാല ചൊല്ല്. രാവിലെ എഴുന്നേറ്റ് ഒരു ജപമാല ഈ ആത്മാക്കൾക്ക് വേണ്ടി ചൊല്ല്. ഇല്ലെങ്കിൽ ഒരു 10 നന്മ നിറഞ്ഞ മറിയും ഈ ആത്മാക്കൾക്ക് വേണ്ടി ചൊല്ല്. പല സമയങ്ങളിലായിട്ട് ഇപ്രകാരം നിങ്ങൾ നന്മ നിറഞ്ഞ മറിയുമ്പോൾ ചൊല്ലി ഈ ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് കാഴ്ചവെക്കുന്നേ. രണ്ടാമത്തെ പ്രാർത്ഥനയാണ് കുരിശിൻ്റെ വഴി പ്രാർത്ഥന. ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും പ്രത്യക്ഷപ്പെടുന്ന പല ആത്മാക്കളും പറയുന്ന, എനിക്ക് വേണ്ടി ഒരു കുരിശിൻ്റെ വഴി ചൊല്ലി കാഴ്ചവെക്കാമോ?
അപ്രകാരം കാഴ്ചവെക്കുമ്പോൾ ഈ ആത്മാക്കളിലേക്ക് രണ്ട് കാര്യം വരുന്നു. ഒന്ന്, ദൈവകരുണ ഒഴുകുന്നു. രണ്ട്, ഒത്തിരിയേറെ ആശ്വാസം കിട്ടുന്നു എന്നാ പറയുന്നത്. ഈശോയുടെ പീഡാനുഭവത്തോട് കുരിശുമരണത്തോട് നമ്മൾ ധ്യാനിച്ച് അവരെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ആശ്വാസവും ദൈവകരുണയും വിടുതലും കിട്ടുവാന്നേ. മറ്റൊരു പ്രാർത്ഥനയാണ് വിശുദ്ധ ജത്രൂദിനെ പഠിപ്പിച്ച പ്രാർത്ഥന. നിത്യനായ ദൈവമേ, ഇന്നേ ദിവസം ലോകമാസകലം അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളിൽ അങ്ങേക്ക് സമർപ്പിക്കപ്പെടുന്ന അങ്ങേ തിരുക്കുമാരൻ്റെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കായും ലോകത്തിലുള്ള എല്ലാ പാപികൾക്കായും ഞങ്ങളുടെ കുടുംബത്തിലെയും സഭയിലെ എല്ലാ പാപികൾക്കായും ഞങ്ങൾ കാഴ്ചവെക്കുന്നു. മക്കളെ, ഈ പ്രാർത്ഥന കാണാപ്പാടം നിങ്ങൾ പഠിക്കുക. നിങ്ങൾ നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, അടുക്കള ജോലി എടുക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോഴൊക്കെ ഈ പ്രാർത്ഥന എപ്പോഴും മനസ്സിൽ ഉരുവിട്. ഇത് വിശ്വാസത്തോടു കൂടി ഉരുവിട്ടാൽ 1000 ശുദ്ധീകരണ ആത്മാക്കൾ രക്ഷിക്കുമെന്ന ദൈവം ജത്രൂദിന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നതാ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി 40 സ്വർഗസ്ഥനായ പിതാവ് ചെല്ലുന്നേ, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നൊവേന ചൊല്ലുന്നേ, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി ലുത്തിനിയെ ചൊല്ലുന്നേ, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രിയപ്പെട്ട മക്കളെ മറ്റൊരു പ്രാർത്ഥനയാണ് കരുണയുടെ ജപമാല ചൊല്ലി കാഴ്ചവെക്കുന്നത്. ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാനെ മനോകടത്താൽ മോക്ഷിച്ചേരാൻ കൃപയുണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥന. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടി ഒപ്പീസ് ചൊല്ലി കാഴ്ചവെക്ക്, അവർക്ക് വേണ്ടി ഖാനാമ്പള്ളം തളിച്ച് കാഴ്ചവെക്ക്, അവർക്ക് വേണ്ടി സുഗർജപങ്ങൾ ചൊല്ലി കാഴ്ചവെക്ക്, അവർക്ക് വേണ്ടി ആബാ പിതാവേ, ഈശോയുടെ വിലയേറിയ തിരുരക്തത്താൽ ഈ ആത്മാക്കളെ കഴുകണമേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കാഴ്ചവെക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതൊക്കെ പ്രാർത്ഥനകൾ അറിയാമോ, ഈ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി ഈ ആത്മാവിൻ്റെ രക്ഷയ്ക്കായിട്ട് കാഴ്ചവെക്കുമ്പോൾ ആ ആത്മാക്കൾക്ക് ആശ്വാസം കിട്ടുന്നു, കരുണ കിട്ടുന്നു, വിടുതൽ കിട്ടുന്നു, രക്ഷ കിട്ടുന്നു. സ്വർഗപ്രാപ്തിയിലേക്ക് ഈ ആത്മാക്കൾ അടുക്കുവാനേ. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ ജത്രൂദ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്രകാരമാ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ കുറിച്ച് ജത്രൂദ് പറയുന്ന കാര്യം, യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ ദാഹിച്ചിരിക്കുന്ന കാര്യമാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ആരെങ്കിലും അപ്രകാരം പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ യേശുക്രിസ്തു ആ പ്രാർത്ഥന പെട്ടെന്ന് സ്വീകരിച്ച് അപ്പം തന്നെ ആ ആത്മാവിന് ആശ്വാസം കൊടുക്കുന്നു, ആത്മാവിലേക്ക് കരുണയൊടുക്കുന്നു, അർഹതപ്പെട്ട ആത്മാക്കളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നു എന്ന്. അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മക്കളെ മുടക്കല്ലേ നിങ്ങൾ. അത് ഏറ്റവും ഫലദായകമുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് സഭാപിതാക്കന്മാരെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ, വിശുദ്ധരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴും അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ചില വെളിപ്പെടുത്തലുകൾ കാണാൻ പറ്റും. പ്രത്യേകിച്ച് വിശുദ്ധ ഫൗസ്റ്റീനായുടെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ, ഫൗസ്റ്റീന നിത്യവ്രതത്തിന് 3 കാര്യങ്ങൾ നിയോഗങ്ങളായിട്ട് സമർപ്പിച്ചായിരുന്നു. അതിലെ 3ാമത്തെ നിയോഗം ഫൗസ്റ്റീന സമർപ്പിച്ചത് ശുദ്ധീകരണ ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ടാണ്. ഫൗസ്റ്റീന തൻ്റെ ഡയറിയിൽ വെളിപ്പെടുത്തുന്ന മറ്റൊരു കാര്യമുണ്ട്. ക്രിസ്മസിനായിട്ട് 1 മണിക്കൂർ നേരം ഒരുങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് അവള് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച് കാഴ്ചവെച്ചത് ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയാണ് എന്നുള്ള കാര്യം. അവള് പറയുവാണ്, എൻ്റെ ജീവിതത്തിൽ 2 ലക്ഷ്യത്തിന് വേണ്ടിയാ ഞാൻ ജീവിതത്തിൽ ഉടനീളം പ്രാർത്ഥിച്ചത്. 1 പാപികളുടെ ആത്മരക്ഷ, 2 ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട്. എന്നിട്ട് അവള് പറയുക, എൻ്റെ ജീവിതത്തിലെ സഹനമുണ്ടല്ലോ, പ്രാർത്ഥനകളുണ്ടല്ലോ, ത്യാഗങ്ങളുണ്ടല്ലോ, വേദനകളുണ്ടല്ലോ, ഇതൊക്കെ ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ കാഴ്ചവെച്ചത് ഈ ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ടാണ്. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, അവളുടെ മുമ്പിൽ ഒരു ദിവസം ഈശോ വന്ന് വേദനയോടെ പറഞ്ഞു, എനിക്ക് നിന്റെ സഹായം ആവശ്യമുണ്ട്, എനിക്ക് നിന്റെ സഹായം ആവശ്യമുണ്ട്. ഈ ആത്മാക്കളെ രക്ഷിക്കാൻ കുഞ്ഞേ, എനിക്ക് നിന്റെ സഹനം കൂടി വേണം. തമ്പുരാൻ കർത്താവ് നമ്മുടെ മുമ്പിലും ആവശ്യപ്പെടുന്ന കാര്യതാ, കുഞ്ഞേ എനിക്ക് നിന്റെ സഹായം ആവശ്യമുണ്ട്. എന്തിനു വേണ്ടിയാ? നിന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയിട്ടുള്ള അനേകം ആത്മാക്കളുണ്ടല്ലോ, അവരെ രക്ഷിക്കാൻ നിന്റെ സഹായവും നിനക്ക് കിട്ടിയിട്ടുള്ള സഹനവും എനിക്ക് വേണമെന്നേ. ഇത് കൊടുക്കാൻ നമ്മുടെ സഹനങ്ങൾ, നമ്മുടെ ത്യാഗങ്ങൾ, നമ്മുടെ വേദനകൾ ഇത് കാഴ്ചവെച്ച് ഈശോയോട് ചേരാൻ, ഈശോയുടെ മുറിവിനോട് ചേരാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കളെ നമുക്ക് രക്ഷിക്കാനായിട്ട് പറ്റും മക്കളെ.
Praise the Lord. പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. വിശുദ്ധ ഫൗസ്റ്റീന ഡയറി പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും, അവളുടെ ജീവിതത്തിൽ ഒരു ദിവസം രാത്രിയിൽ അവൾ കടന്നുറങ്ങുന്ന സമയത്ത് അവളുടെ കിടക്ക വന്ന് കുലുക്കുന്ന ഒരവസ്ഥ. പെട്ടെന്ന് തന്നെ അവൾ എഴുന്നേറ്റപ്പോൾ അവൾ കണ്ട് 2 ദർശനങ്ങളുണ്ട്. ഒന്ന്, ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും അനേകം ആത്മാക്കൾ അവളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് രക്ഷപ്പെടുന്നത് കാണുക. രണ്ടാമത് കാണുന്ന കാഴ്ച, അതിൽ അസ്വസ്ഥപ്പെട്ട് പിശാച് ഇവൾക്കെതിരെ പീഡകൾ ഉണ്ടാക്കുന്ന കാര്യം. പ്രിയപ്പെട്ടവരെ, ആ പീഡയുടെ സമയത്ത് ഇവൾ തളരുകയല്ല ചെയ്യുന്നത്, മറിച്ച് ജപമാല എടുത്തിട്ട് ശുദ്ധീകരണാത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി അവൾ ആവർത്തിച്ച് ജപമാല ചൊല്ലാൻ തുടങ്ങിയപ്പോൾ ഈ പീഡ അവളിൽ നിന്നും വിട്ടുമാറിയ. മക്കളെ, നമ്മുടെ ജീവിതത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ചില പീഡകൾ വരുമ്പോൾ തളർന്നു പോവുകയല്ല, മാറിപ്പോവുകയല്ല ചെയ്യേണ്ടേ, മറിച്ച് ജപമാല പിടിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. അവരും രക്ഷപ്പെടും, പിശാചും നിങ്ങളിൽ നിന്നും വിട്ടുമാറും എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, മറ്റൊരു വിശുദ്ധയുടെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും, പ്രത്യേകിച്ച് വിശുദ്ധ ജമ ഗൽഗാനി. വിശുദ്ധ ജമയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാഴ്ച പ്രകാരമാണ്. പ്രിയപ്പെട്ടവരെ, തൻ്റെ പ്രിയപ്പെട്ട ഒരു സഹോദരി മരിക്കാനായിട്ട്, സന്യാസിനി മരിക്കാനായിട്ട് കിടക്കുകയാണ് എന്നുള്ള ഒരു അറിയിപ്പ് കിട്ടി. വിശുദ്ധ ജമ ചെയ്ത കാര്യം, ഈ കാണുന്ന സിസ്റ്ററിൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, പാപകടങ്ങളുടെ മോചനത്തിനായിട്ട് വില കൊടുത്ത് പ്രാർത്ഥിക്കുക. ആ സിസ്റ്ററിൻ്റെ കുടുംബക്കാരോട് പറഞ്ഞ് അവരെയും കൊണ്ട് പ്രാർത്ഥിക്കുക. കാരണം മരണത്തോടുകൂടി പറുദീസ സ്വന്തമാക്കണം, ഈ ഒരു ആഗ്രഹം വെച്ചാണ് പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവസാനം സഹനത്തോടെ വേദനയോടെ ഈ സിസ്റ്റർ മരിക്കുക. മരണത്തിന് ശേഷം കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ സിസ്റ്റർ ഈ കാണുന്ന ജമയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് നോക്കുമ്പോൾ കാണുന്നത് വളരെ നിരാശയും ദുഃഖവും നിറഞ്ഞ ഒരു മുഖത്തോടു കൂടി പ്രത്യക്ഷപ്പെട്ടിരിക്കുക. ജമ ചോദിച്ചു, നീ സ്വർഗത്തിലല്ലേ? അവൾ പറഞ്ഞു, അല്ല, ഞാൻ ഇന്നും ശുദ്ധീകരണ സ്ഥലത്താ. എൻ്റെ ജീവിതത്തിൽ ഇനിയും മാറ്റേണ്ട കുറേ പാപക്കടങ്ങൾ കിടപ്പുണ്ടായിരുന്നു, അതിനുവേണ്ടി ഞാനിവിടെ സഹിക്കുക, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ജമ അന്ന് തൊട്ട് തൻ്റെ പ്രാർത്ഥന ഇരട്ടിപ്പിക്കാൻ തുടങ്ങി. ഒരു സമയം പോലും കളയാതെ അവൾ ആവർത്തിച്ച് ധാരാളം പ്രാർത്ഥനകൾ ഈ ആത്മാവിൻ്റെ രക്ഷയ്ക്കായിട്ട് കാഴ്ചവെക്കുക. കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഈ കാണുന്ന സിസ്റ്റർ പ്രത്യക്ഷപ്പെടുക, ആത്മാവ് പ്രത്യക്ഷപ്പെടുക. പ്രിയപ്പെട്ടവരെ, വരുമ്പോൾ കാണുന്നത് നിരാശ നിറഞ്ഞ മുഖമല്ല, പ്രത്യാശ നിറഞ്ഞ മുഖം, തിളങ്ങുന്ന കണ്ണുകൾ ഇതുമായിട്ട് കടന്നു വന്നിരിക്കുക. ജമ ചോദിച്ചു, നീ ഇപ്പോൾ എവിടെയാ? ഈ സിസ്റ്റർ പറഞ്ഞു, ഈ സിസ്റ്ററിന്റെ ആത്മാവ് പറയുന്ന കാര്യപ്രകാരമാണ്, ഞാൻ സ്വർഗപ്രാപ്തിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക, എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കുറയ്ക്കല്ലേ. പ്രിയപ്പെട്ടവരെ, വീണ്ടും ആവർത്തിച്ച് പ്രാർത്ഥിച്ച് 13 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടപ്പോൾ കണ്ടത് കാവൽ മാലാഖയും യേശു ക്രിസ്തുവും രണ്ടുപേരും ഈ കാണുന്ന സിസ്റ്ററിന്റെ തൊട്ടടുത്ത് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് വന്നിരിക്കുന്ന ഒരു കാഴ്ച കാണുകയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജമ പറയുന്ന കാര്യം ഇപ്രകാരമാ: ഭൗതിക കാര്യത്തിന് വേണ്ടി മനുഷ്യൻ കിടന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ പകുതി പ്രാർത്ഥന, ഭൗതിക ആവശ്യങ്ങൾ സ്വന്തമാക്കാനായിട്ട് മനുഷ്യൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ പകുതി പ്രാർത്ഥന ഈ ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാർന്നെങ്കിൽ പണ്ടേ ഈ ആത്മാക്കൾ രക്ഷപ്പെടുമെന്ന്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജോൺ മസിയാസ് എന്ന് പറയുന്ന വിശുദ്ധനുണ്ട്. അദ്ദേഹം ചെയ്തിരുന്ന ഒരു കാര്യപ്രകാരമാണ്, എല്ലാ ദിവസവും ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി 3 ജപമാല മുട്ടിന്മേൽ നിന്ന് ചെല്ലും. എന്നും ഹാനാം വെള്ളം തെളിച്ച് പ്രാർത്ഥിക്കും, എന്നും കുറേ സുഖർജപങ്ങൾ ചൊല്ലി കാഴ്ചവെക്കും. എല്ലാ പരിശുദ്ധ കുർബാനയിലേക്കും ഈ ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന കുർബാനയിലേക്ക് ഈ ആത്മാക്കളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു ജോൺ മസിയാസിന്. അതുകൊണ്ടാ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ സഹായകനെന്ന ജോൺ മസിയാസിനെ കുറിച്ച് പറയുക തന്നെ. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ഈ പറഞ്ഞു വെക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, അത് മറ്റൊന്നുമല്ല. നമ്മൾ പ്രാർത്ഥിക്കണം, ആവർത്തിച്ച് പ്രാർത്ഥിക്കണം, വില കൊടുത്ത് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കും തോറും ഈ ആത്മാക്കളിലേക്ക് ദൈവത്തിൻ്റെ കരുണയൊഴുകുന്നു, ആശ്വാസം കിട്ടുന്നു, ഇവരുടെ പാപകടങ്ങൾ മോചിച്ചു കൊണ്ടിരിക്കുന്നു, ഇവരുടെ നിത്യരക്ഷ അല്ലെങ്കിൽ സ്വർഗപ്രാപ്തിയിലേക്ക് ഇവർ ഉയരുന്നു, ഇവർക്ക് വിടുതൽ കിട്ടുന്നു, ഇവരുടെ സഹനം ലഘൂകരിക്കുന്നു, ഇല്ലാതായിത്തീരുന്നു. അതുകൊണ്ട് പ്രാർത്ഥന കുറയ്ക്കല്ലേ, വില കൊടുത്ത് പ്രാർത്ഥിക്ക്. അതിലൂടെ ആത്മാക്കളെ രക്ഷിക്കാനായിട്ട് പറ്റും.
പ്രിയപ്പെട്ടവരെ, നമ്മൾ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടേ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവർക്ക് വേണ്ടി മാത്രമല്ല. ശുദ്ധീകരണ സ്ഥലത്ത് ആരും പ്രാർത്ഥിക്കാനില്ലാതെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വിശുദ്ധ ജത്രൂദിനോട് ദൈവം വ്യക്തമായിട്ടും പറഞ്ഞു കൊടുക്കുക. കാരണം ഈ ലോകത്തിലുള്ള എല്ലാവരും എൻ്റെ സ്വന്തക്കാരാ, എൻ്റെ മക്കളാ. അതുകൊണ്ട് കുഞ്ഞേ, നീ എൻ്റെ സ്വന്തമാണെങ്കിൽ നീ എൻ്റെ സ്വന്തപ്പെട്ടവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നിൻ്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന മുഴുവനും ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട മക്കളെ, ഇവിടെ ഒരു കുഞ്ഞു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കിക്കോണം. ചില വ്യക്തികൾ ചോദിക്കാറുണ്ട്, അച്ഛാ, നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് കിട്ടുമോ? പ്രിയപ്പെട്ടവരെ, 3 കൂട്ടം ആത്മാക്കൾക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ഫലം കിട്ടില്ല. അത് ആർക്കൊക്കെയാണെന്ന് ചോദിച്ചാൽ, തിന്മ എന്താണെന്നറിഞ്ഞിട്ടും ആ തിന്മയിൽ ജീവിച്ച് അവസാന നിമിഷം മരണത്തോടിൻ്റെ തൊട്ട് മുമ്പ് ഒരു കുമ്പസാരം നടത്തി ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് പ്രവേശിച്ച ആത്മാക്കൾക്ക് വേണ്ടി ഈ ഭൂമിയിലുള്ള മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് ഫലദായകത്വം കിട്ടില്ല. 2, നല്ല ജീവിതം നയിച്ചെങ്കിലും ദൈവകരുണയെ നിരാകരിച്ച് ജീവിച്ചവർക്ക് നമ്മൾ ഈ ഭൂമിയിലുള്ള മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ഫലദായകമുണ്ടാകില്ല. 3, മാരക പാപത്തിൽ അറിവോടും ബോധ്യത്തോടും കൂടി ജീവിച്ച് ഇതാ മരണത്തിൻ്റെ തൊട്ട് മുമ്പിൽ മാനസാന്തരപ്പെട്ട് ഈ കാണുന്ന ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് പ്രവേശിച്ച മക്കൾക്ക്, പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് ഫലദായകത്വം കിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് അപ്രകാരം മരിച്ചുപോയ ആത്മാക്കളുണ്ടെങ്കിൽ, ദൈവകരുണയെ നിരാകരിച്ചവർ, തിന്മയാണെന്നറിഞ്ഞിട്ടും കുമ്പസാരിക്കാതെ തിന്മയുടെ ആ സന്തോഷം ആസ്വദിച്ച് ജീവിച്ചവർ, മാരക പാപത്തിൽ ജീവിച്ചിട്ട് അവസാനമാണ് മരണമടഞ്ഞതെങ്കിൽ, മക്കളെ, അവർക്ക് വേണ്ടി 1 2 ദിവസം 1 2 വർഷമല്ല, നിന്റെ മരണം വരെ നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുറച്ച് ദിവസത്തേക്ക്, കുറച്ച് മാസത്തേക്ക്, കുറച്ച് വർഷത്തേക്കല്ല മക്കളെ, നിന്റെ മരണം വരെ നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അച്ഛൻ പെട്ടെന്ന് അടുത്ത കാര്യം പറഞ്ഞു പോകാം. 4-ാമത്തെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണാത്മാക്കളെ രക്ഷിക്കാനുള്ള മാർഗമാണ് കാരുണ്യ പ്രവർത്തികളും ദാനധർമ്മവും. ചെയ്യുന്ന ഓരോ കുഞ്ഞു കാര്യവും, ഓരോ കുഞ്ഞു ദാനധർമ്മങ്ങളും, ഓരോ കുഞ്ഞു കാരുണ്യ പ്രവൃത്തിയും ഈ ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് കാഴ്ചവെക്ക്. ചെയ്താൽ മാത്രം പോരാ, അത് കാഴ്ചവെക്കണം. മറ്റൊരു കാര്യമാണ് സഹനങ്ങളും വേദനകളും വിഷമങ്ങളും രോഗങ്ങളും കാഴ്ചവെക്കുന്നത്. അനുദിന ജീവിതത്തിൽ എന്തുമാത്രം സഹനങ്ങൾ, രോഗങ്ങൾ, വേദന, ശാരീരിക ബുദ്ധിമുട്ട്, മാനസിക ബുദ്ധി എന്തൊക്കെയാ കിട്ടുന്ന മക്കള്. ഇത് പിറുപിറുപ്പ് കൂടാതെ, പടിചാരാതെ, വിധിക്കാതെ, കുറ്റപ്പെടുത്താതെ നിങ്ങൾ ഈ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഇതൊന്ന് കാഴ്ചവെച്ചേ. മറ്റൊരു കാര്യമാണ് സൽപ്രവർത്തികൾ ചെയ്യുക, നന്മ പ്രവർത്തികൾ ചെയ്യുക, പുണ്യപ്രവർത്തികൾ ചെയ്യുക. എന്നിട്ട് ആ കാണുന്ന കാര്യം ഈ ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് കാഴ്ചവെക്കണം. ചെയ്താൽ പോരാ, അത് കാഴ്ചവെക്കണം. മറ്റൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ, ഉപവസിക്കുക. ഏതൊക്കെയാ? ഇഷ്ടപ്പെട്ട ഭക്ഷണം, ആ ഭക്ഷണ പദാർത്ഥം ഉപേക്ഷിക്കാം. ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്കാം, ഒരു ദിവസത്തെ ഭക്ഷണം ഉപേക്ഷിക്കാം. പ്രിയപ്പെട്ടവരെ, ഭക്ഷണ മേഖലയിൽ ഉപവാസം പ്രഖ്യാപിക്കാം. കണ്ണിന് ഉപവാസം പ്രഖ്യാപിക്കാം, നാവിന് ഉപവാസം പ്രഖ്യാപിക്കാം, കേൾവിക്ക് ഉപവാസം പ്രഖ്യാപിക്കാം. പ്രിയപ്പെട്ടവരെ, വികാരങ്ങൾക്ക് ഉപവാസം പ്രഖ്യാപിക്കാം, മൊബൈലിന് ഉപവാസം പ്രഖ്യാപിക്കാം. ഇപ്രകാരമുള്ള ത്യാഗമെടുത്തുള്ള ചില ത്യജിക്കൽ ചെയ്തിട്ട് അത് ഈ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ ഈ ആത്മാക്കളുടെ രക്ഷ പെട്ടെന്ന് ഫലദായകമായി തീരുകയാണ്. മറ്റൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ, അനുദിന ജീവിതത്തിലെ സകല അധ്വാനവും ഈ ആത്മാക്കളെ രക്ഷയ്ക്കായിട്ട് കാഴ്ചവെക്കണം. ഒരധ്വാനം പോലും പിറുപിറുപ്പ് കൂടാതെ, പഴിചാരാതെ, വിധിക്കാതെ നിങ്ങളത് കാഴ്ചവെക്കാൻ തുടങ്ങിയാൽ നമുക്ക് അനേകം ശുദ്ധീകരണാത്മാക്കളെ രക്ഷിക്കാനായിട്ട് പറ്റും. മക്കളെ, നമ്മൾ ഈ ആത്മാക്കളെ മുഴുവനും രക്ഷിച്ച് സ്വർഗത്തിലെത്തിച്ചാൽ കിട്ടുന്ന ഒരു ഗുണം എന്നാണെന്നറിയാമോ? 1, നമ്മൾ ആഗ്രഹിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആവശ്യങ്ങൾ ഈ കാണുന്ന ആത്മാക്കൾ ദൈവത്തിൽ നിന്ന് നമുക്കായിട്ട് മേടിച്ചു തരും. 2, നമ്മൾ മരിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ മക്കളൊന്നും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് വരില്ല. പക്ഷേ നമ്മൾ എത്രമാത്രം ആത്മാക്കളെ സ്വർഗത്തിലെത്തിച്ചിട്ടുണ്ടോ, അവർ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്കായിട്ട്, പെട്ടെന്ന് ശുദ്ധീകരണ സ്ഥലത്ത് നമ്മളെ രക്ഷിക്കാനായിട്ട് അവരെപ്പോഴും ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു കുഞ്ഞിക്കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ആരാധനയിലേക്ക് കയറുകയാണ്. അത് മറ്റൊന്നുമല്ല, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ചെയ്യേണ്ട ഒരു തിരുത്തൽ വരുത്തേണ്ട ഒരു കാര്യം, അത് നമ്മൾ ചെയ്യേണ്ട ചാത്തമാണ്. ഈ കാലഘട്ടത്തിന് ചാത്തം
ആണ്ട് ആഘോഷിക്കുന്നത് എന്നെ ഒത്തിരിയേറെ ആശ്ചര്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ചെയ്യുന്ന കാര്യം എന്താ പ്രിയപ്പെട്ടവരെ? നമ്മളെല്ലാവരെയും വിളിച്ചു കൂട്ടും, അന്ന് പോയി ബലിയർപ്പിക്കും. ഒരു ആഘോഷത്തിന്റെ രീതിയാ. വയറ് നിറഞ്ഞിരിക്കുന്നവന് ഭക്ഷണം വിളമ്പിക്കൊടുക്കല, എന്നിട്ട് പോകുക, എന്നിട്ട് സന്തോഷിക്കുക. അതിൻ്റെ അകത്ത് എന്താ മക്കളെ പരിഹാരമായി ഉണ്ടായേക്കണേ? പണ്ട് കാലഘട്ടത്തിലെ ചാത്തം ആണ്ടാഘോഷം എന്താണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കുടുംബത്തിൽ നിന്ന് ഒരാൾ മരിച്ചാൽ ആ കുടുംബത്തിലുള്ള എല്ലാവരും 41 ദിവസം ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. എന്തിനാ പ്രാർത്ഥിക്കുന്നേ? മറ്റൊന്നിനുമല്ല, ജീവിച്ചിരുന്ന സമയത്ത് ഈ വ്യക്തി പരിശുദ്ധ കുദാശം മുടക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമായിട്ട കുടുംബത്തിലുള്ളവരെല്ലാവരും 41 ദിവസം ദേവാലയത്തിൽ പോയി ബലിയർപ്പിച്ച് ഈ ആത്മാവിന് വേണ്ടി കാഴ്ചവെക്കുന്നേ. രണ്ടാമതായിട്ട് 41ാമത്തെ ദിവസം പ്രിയപ്പെട്ടവരെ, കുടുംബത്തിലെ വേലക്കാരെ, നാട്ടിലെ തീരെ പാവപ്പെട്ടവരെ വിളിച്ചുകൂട്ടി അവർക്ക് വയറ് നിറയെ നല്ല ഭക്ഷണം കൊടുക്കുമായിരുന്നു. എന്തിനാ ഇപ്രകാരം ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നതെന്ന് അറിയാമോ? പ്രിയപ്പെട്ടവരെ, ജീവിച്ചിരുന്ന സമയത്ത് ഈ വ്യക്തി അർഹതപ്പെട്ട ആർക്കെങ്കിലും ഭക്ഷണം നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമായിട്ട് കുടുംബത്തിലെ വേലക്കാർക്കും പാവപ്പെട്ടവർക്കും വയറ് നിറയെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത്. അത് പരിഹാരമായിട്ട് എന്നിട്ട് കാഴ്ചവെക്കണം. മൂന്നാമതായിട്ട്, ആ പാവപ്പെട്ടവർ ഭക്ഷണം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ അവർക്ക് ചെറിയൊരു ഡ്രസ്സ് കൊടുക്കും. എന്ന് വെച്ചാൽ ഒരു തോർത്തായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു പുതപ്പായിരിക്കാം, എന്തെങ്കിലും ഒരു മുണ്ടായിരിക്കാം. പ്രിയപ്പെട്ട, ഇപ്രകാരം എന്തെങ്കിലും കൊടുക്കും. എന്തിനാ? ജീവിച്ചിരുന്ന സമയത്ത് അർഹതപ്പെട്ട ഏതെങ്കിലും വസ്തുക്കള് ജീവിതത്തിൽ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമായിട്ട് നമ്മൾ അപ്രകാരം ചെയ്ത് ഈ ആത്മാവിന് വേണ്ടി കാഴ്ചവെക്കുക. അവസാനം അവർ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതിന് തൊട്ട് മുമ്പ് അവരുടെ കയ്യിൽ ഇച്ചിരി പൈസ വെച്ച് കൊടുക്കും. എന്തിനാണെന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, ജീവിച്ചിരുന്ന സമയത്ത് ഈ കാണുന്ന വ്യക്തി ഈ വേലക്കാർക്ക് അർഹതപ്പെട്ട കൂലി കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമാണ്. മക്കളെ, ഇതായിരുന്നു പണ്ടത്തെ ചാത്തം. ഇന്ന് പരിഹാരത്തിന്റെ ചാത്തം ആഘോഷിക്കുന്ന എത്ര കുടുംബം? ഇതാ മക്കളെ നമ്മൾ തിരുത്തണ്ടേ. ഇവിടെയാ നമ്മൾ മാറ്റം വരുത്തേണ്ടേ. ഇത് ചെയ്യുമ്പോൾ ആ ആത്മാവിന് വലിയ വിടുതൽ കിട്ടുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ രക്ഷിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം പരിശുദ്ധ കുർബാന, ദണ്ഡവിമോചനം, പ്രാർത്ഥനകൾ, ഉപവാസം, സഹനങ്ങളും ത്യാഗങ്ങളും വേദനകളും കാഴ്ചവെക്കൽ. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അധ്വാനങ്ങൾ കാഴ്ചവെക്കൽ. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരമുള്ള ചാത്തങ്ങൾ നടത്തി അത് പരിഹാരമായിട്ട് കാഴ്ചവെക്കണം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് വേണം ഈ ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കളെ രക്ഷിക്കാനായിട്ട്. ഇപ്രകാരം ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് ആത്മാവ് ഇറങ്ങുക. പറയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിലെ പല കെട്ടുകളും ഇതിലൂടെ അഴിയുക. നിങ്ങൾ ചിന്തിച്ച്, നമ്മുടെ തലമുറയെ മുഴുവനും സ്വർഗത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഈ തലമുറയുടെ ശാപം, തലമുറയുടെ കെട്ടെന്നൊക്കെ പറയണ എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടുവല്ലേ ചെയ്യുന്നേ? ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ അല്പം അധ്വാനിക്കാൻ തയ്യാറായാൽ അനേകം ആത്മാക്കളെ സ്വർഗത്തിലെത്തിക്കാം. അടുത്ത തലമുറയിലേക്ക് ദൈവാനുഗ്രഹവും വരുവാന്നേ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധ ആരാധനയിലേക്ക് പ്രവേശിക്കുക. ഈ ആരാധനയിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട രണ്ട് കാര്യത. ഒന്ന്, ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കളെ, നമ്മുടെ പൂർവികരെ മുഴുവനും നമുക്ക് രക്ഷിക്കണം. രണ്ട്, ഇവരെ രക്ഷിക്കാനുള്ള ഒരു ദാഹം, ഒരു കൃപ നമ്മുടെ ഹൃദയത്തിൽ ദൈവമായ കർത്താവ് നിക്ഷേപിക്കണം. അതിനുള്ള കൃപാവരം ഈ ആരാധനയിലൂടെ നമുക്ക് കിട്ടാനായിട്ട് ദാഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ അതിന് നമ്മളെ സഹായിക്കും. നമുക്ക് കരം കൂപ്പി പിടിച്ച് ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം. ദൈവം അനുഗ്രഹിക്കട്ടെ.
യേശു ദൈവപുത്രൻ, 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 യേശു ദൈവപുത്രൻ. ആരാധന 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 ആരാധന. യേശു ദൈവ കുഞ്ഞാട്, 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 യേശു ദൈവ കുഞ്ഞാട്. ആരാധന 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 ആരാധന. ഒറ്റവിളി യേശുവേ. വിശ്വസിക്കുന്ന ദൈവമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. ഇതാ ഞങ്ങൾ ഒന്നു ചേർന്ന് വിശുദ്ധരോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന്, മാലാഖമാരോട് ചേർന്ന് ശുദ്ധീകരണ ആത്മാക്കൾക്കായിട്ട് ഞങ്ങൾ ആരാധിക്കുന്നു. ഒന്ന് വിളിച്ച യേശുവേ. ദൈവ കുഞ്ഞാട്, യേശു 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 ദൈവ കുഞ്ഞാട്. ആരാധന 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 രണ്ട് കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാം. കണ്ണു തുറന്ന് ഈശോയെ നോക്കാം. മക്കളെ, മനുഷ്യന്റെ മുമ്പിൽ ദൈവം യാചിക്കുന്ന, വേദനിക്കുന്ന ഏക സമയമെന്ന് പറയുന്നത് ശുദ്ധീകരണ ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ടാണ്. ഈ ഭൂമിയിൽ നമ്മൾ സഹകരിച്ചാൽ മാത്രമാ മക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കളെ രക്ഷിക്കാനായിട്ട് പറ്റൂ. നമ്മൾ മറുതലിച്ച് നിന്നാൽ നമ്മുടെ ആത്മാവും നഷ്ടപ്പെടുന്നു. ശുദ്ധീകരണ ആത്മാക്കളും അനേക കാലം ശുദ്ധീകരണ സ്ഥലത്ത് കഴിയേണ്ടി വരികയാണ്. നമ്മുടെ മുമ്പിൽ കുഞ്ഞേ, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്.
എനിക്ക് നിന്റെ സഹനം ആവശ്യമുണ്ട്. ഇത് ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് നിനക്കൊന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാമോ? അപ്പന്റെ യാചന, അപ്പന്റെ യാചന, അപ്പന്റെ വാത്സല്യത്തോടെയുള്ള ആ യാചന മക്കളെ കേൾക്കാതെ പോകല്ലേ. ഈ നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ നമുക്കുണ്ടായ വേദനകൾ, സഹനങ്ങൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, തകർച്ചകൾ, ഒറ്റപ്പെടലുകൾ, കണ്ണീര് ഒക്കെ ഈശോയുടെ ഹൃദയത്തിലേക്കും ചേർത്ത് വെച്ച്, അപ്പൻ നഷ്ടപ്പെട്ട മക്കളില്ലേ, അമ്മ നഷ്ടപ്പെട്ട മക്കളില്ലേ, ജീവിത പങ്കാളി നഷ്ടപ്പെട്ടവരില്ലേ, സഹോദരങ്ങൾ നഷ്ടപ്പെട്ടവരില്ലേ, അവർ കിടന്ന് യാചിക്കുന്ന യാചന ഇതാ, ഒന്ന് രക്ഷിക്കാമോ, ഒന്ന് രക്ഷിക്കാമോ, എന്നെ മറന്നു കളയല്ലേ കുഞ്ഞേ, എന്നെ വിട്ടു കളയല്ലേ കുഞ്ഞേ. തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളും ഇന്ന് വരെ അർപ്പിച്ച ബലിയും ഇന്ന് വരെ ചൊല്ലിയ ജപമാലയും കരുണക്കൊന്തയും കുരിശിന്റെ വഴിയും സുഗർജപവും നമ്മുടെ അധ്വാനങ്ങളും കഷ്ടപ്പെടലുകളും സഹനങ്ങളും നമ്മുടെ നന്മ പ്രവർത്തികളും പുണ്യപ്രവർത്തികളും എല്ലാം ചേർത്ത് വെച്ചിട്ട് ഈശോയോട് പറ, ഈശോയെ ഇതാ ഞാൻ സമർപ്പിക്കുക ഈ ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട്, ശുദ്ധീകരണ ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട്, എൻ്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള പൂർവിക ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് ഞാൻ കാഴ്ചവെക്കുന്നു. സ്വീകരിക്കണേ അപ്പ, എൻ്റെ ഈ കാഴ്ചകളൊന്ന് സ്വീകരിച്ച് ഈ ആത്മാക്കളെ രക്ഷിക്കണമേ എന്ന് ഉള്ളുരുകി ഒന്ന് പ്രാർത്ഥിച്ചേ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. പ്രിയപ്പെട്ട മക്കളെ, ഒരു നിമിഷം ഈശോയിലേക്ക് നോക്കാം. അച്ഛൻ പറയുന്ന കാര്യങ്ങളിലൂടെ നിങ്ങളൊന്ന് കടന്നു പോകണം. നിങ്ങളുടെ കുടുംബത്തിൽ പ്രിയപ്പെട്ടവരൊക്കെ ചിലർ മരിച്ചു പോയിട്ടില്ലേ? ചിലവർക്ക് അപ്പനാകാം, വേറെ ചിലവർക്ക് അമ്മയാകാം, ജീവിത പങ്കാളിയാകാം, പ്രിയപ്പെട്ട മക്കളാകാം, സഹോദരങ്ങളാകാം. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ മക്കളെ, അവരുടെ ആ വേർപാട്, അവർ മരിച്ചു എന്നുള്ള ആ വാർത്ത നമ്മൾ കേട്ടപ്പോൾ നമ്മൾ എന്തോരം തളർന്നു പോയേ. നമ്മൾ ചങ്ക് പൊട്ടുന്നൊരു വേദന, ചങ്കിൻ്റെ അകത്ത് വലിയൊരു ഭാരം, സഹിക്കാൻ പറ്റാത്തൊരു വേദന നമ്മുടെ ഉള്ളിലേക്ക് കയറി വന്നില്ലേ? അവർ മരിച്ച് കിടക്കണ കണ്ടപ്പോൾ, ആദ്യമായി കണ്ടപ്പോൾ തകർന്നു പോയിട്ട് നമ്മൾ വട്ട കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞില്ലേ, ഒന്ന് കണ്ണു തുറക്ക, ഞങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകല്ലേ, ഞങ്ങളെ മാത്രം ഇവിടെ ഇട്ടിട്ട് പോകല്ലേ, ഒന്ന് കണ്ണു തുറക്ക എന്ന് പറഞ്ഞ് നമ്മൾ ഒത്തിരി വേദനയോടെ അവരുടെ മുമ്പിൽ കിടന്ന് കേണ് പ്രാർത്ഥിച്ചത്, കേണ് പറഞ്ഞത് ഓർക്കുന്നില്ലേ മക്കളെ? അന്ന് രാത്രി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമുക്കുറങ്ങാൻ പറ്റുന്നില്ല. അവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ ഇരിക്കുക, പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് പൊങ്ങി വരികയാണ്. ചെറുപ്രായം തൊട്ട് നമ്മളെ വളർത്തിക്കൊണ്ടു വന്നത്, നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്, നമുക്ക് വേണ്ടി പലതും വേണ്ട എന്ന് വെച്ച് മാറ്റിവെച്ച് നമുക്കെല്ലാം തന്നത്, അവരുടെ സ്നേഹം ഒന്നൊന്നായിട്ട് നമ്മുടെ മനസ്സിലേക്ക് പൊങ്ങി വന്നപ്പോൾ കണ്ണ് നിറഞ്ഞറിയാതെ അറിയാതെ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകി. അറിയാതെ പലവട്ടം നമ്മൾ അവരുടെ കയ്യെ കയറി പിടിച്ചു, ചുംബനം കൊടുത്തു, ഉള്ളുരുകി നമ്മൾ പറഞ്ഞു, എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകല്ലേ, കണ്ണു തുറക്ക. പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം ഓർക്കുന്നുണ്ടോ? വികാരി അച്ഛൻ നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥിക്കാൻ വന്നു. പ്രാർത്ഥിച്ച് പ്രാർത്ഥന തുടങ്ങി. ഇതാ കുടുംബത്തോട് വിടവാങ്ങുന്ന ഒരു സമയമുണ്ടല്ലോ. വിടവാങ്ങുന്നേ എന്നുള്ള ഗാനം ആലപിക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട വികാരി അച്ഛൻ ഇപ്രകാരം കുടുംബത്തിലെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, ഇതാ ഈ വീടിനോട് വിടവാങ്ങുക, ഇനി തിരിച്ച് ഈ വീട്ടിലേക്ക് വരില്ല, അവരെല്ലാം സമ്പാദിച്ച് ഇവിടെ വെച്ചിട്ട് പോകുക. അതുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ടവർ മാത്രം അന്ത്യചുംബനം കൊടുത്തുകൊള്ളുക എന്ന് പറഞ്ഞ് നമ്മൾ അവരെ പോയി കെട്ടിപ്പിടിച്ച് ആ ചുംബിച്ച ഒരു സമയം. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ഇനി വീട്ടിലില്ലല്ലോ എന്നുള്ള വേദനയോടെ നമ്മൾ കണ്ണീരൊഴുക്കി
അറിയാതെ നിലവിളിച്ചു. ഒരാൾക്ക് നമ്മളെ ആശ്വസിപ്പിക്കാൻ പറ്റിയില്ല. പ്രിയപ്പെട്ട മക്കളെ, ആ ഒരു കാര്യം നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടേ. അവരെന്നേക്കുമായിട്ട് വിട്ടുപോയൊരു സമയം. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കാ നൽകിയ വസതി. എല്ലാം സമ്പാദിച്ചെല്ലാം ആക്കിയിട്ട് അവസാനം വെറും കൈയോടെ വീടിനോട് വിട പറഞ്ഞു പോകുക. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദേവാലയത്തിൽ അവരെ കൊണ്ടുപോയി വെച്ചത് ഓർക്കുന്നുണ്ടോ? ദേവാലയത്തോട് വിടവാങ്ങി പ്രാർത്ഥന ചൊല്ലി വിടവാങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ കയറി വന്ന ചില ചിന്തകളുണ്ട്. എന്നും ബലിയർപ്പിക്കാനായിട്ട് നിന്ന നമ്മുടെ അപ്പച്ചന്റെ സ്ഥലത്തിനി നമ്മുടെ അപ്പനില്ലല്ലോ. അമ്മ നിന്ന സ്ഥലത്തിനി അമ്മ ഇല്ലല്ലോ. ഇനി അടുത്ത തിരുനാളിനോ അടുത്ത ക്രിസ്മസിനോ നമ്മുടെ കൈപിടിച്ച് നടത്താൻ ഇനി അപ്പൻ അമ്മ സഹോദരങ്ങൾ ഇല്ലല്ലോ. അവരെന്നേക്കുമായിട്ട് ഈ പള്ളിയോട് ശാരീരികമായിട്ട് വിടവാങ്ങിയാണല്ലോ എന്നുള്ള വേദന. പ്രിയപ്പെട്ടവരെ, അവസാന കുഴിമാടത്തിൽ കൊണ്ടുപോയി കുഴിയുടെ അടുത്ത് കൊണ്ടുപോയി വെക്കുക. അവിടെ കുഴി വെഞ്ചിരിപ്പ് കഴിഞ്ഞ് പ്രാർത്ഥനകൾ ചൊല്ലി അവസാനത്തെ ചുംബനം കൊടുക്കാനായിട്ട് വികാരി അച്ഛൻ പറഞ്ഞപ്പോൾ നമ്മൾ പോയി അവരെ കെട്ടിപ്പിടിച്ച് ഒരു മിനിറ്റ് നേരം ചേർത്ത് പിടിച്ച് ഒരു ചുംബനം കൊടുത്തത് ഓർമ്മയുണ്ടോ? ആ ചുംബനം കൊടുത്തപ്പോൾ രണ്ട് കാര്യമാ ഉണ്ടായേ. ഒന്ന്, നമ്മൾ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കുഞ്ഞേ, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് കൊടുത്ത ഉറപ്പുണ്ട്, നമ്മുടെ മരണം വരെ ദാ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാട്ടോ. അവർ നമ്മളോട് യാചിച്ചു, കുഞ്ഞേ, നിന്റെ മരണം വരെ നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. നമ്മൾ ആ ചുംബനത്തിൽ ഉറപ്പ് കൊടുത്തായിരുന്നു, ഞാൻ എൻ്റെ മരണം വരെ പ്രാർത്ഥിച്ചോളാം. പ്രാർത്ഥിച്ചോ മക്കളെ? എത്രയോ ബലി അതിനുശേഷം അർപ്പിച്ചു, എത്രയോ ജപമാല അതിനുശേഷം ചൊല്ലി, എത്രയോ കരുണക്കൊന്ത നമ്മൾ ചൊല്ലി, എത്രയോ നന്മ പ്രവൃത്തികൾ ചെയ്തു. അവർക്ക് വേണ്ടി ചെയ്തോ? അവർക്ക് വേണ്ടി കാഴ്ചവെച്ചോ? പ്രിയപ്പെട്ടവരെ, ആ അവസാന ചുംബനം കൊടുക്കുന്ന സമയത്ത് അവർ നമ്മളോടും പറഞ്ഞൊരു കൊച്ചു കാര്യമുണ്ട്, കുഞ്ഞേ, ഇതാ മരണം നിന്റെ പടിവാതിലും ഇരിക്കുന്നുട്ടോ. നിന്റെ തൊട്ടടുത്തും മരണം ഇരിപ്പാ. ആ മരണം നിന്നെ കയറി പിടിക്കുന്നതിന് മുമ്പ് നീ മാനസാന്തരപ്പെട്ട് സൽപ്രവർത്തികൾ ചെയ്യണം. സൽപ്രവർത്തികൾ ചെയ്യണം. അത് മാത്രം കുഞ്ഞെ കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റൂ. അവസാന ചുംബനം കൊടുത്തതൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. ആ വാഗ്ദാനം നമ്മളൊന്ന് നിറവേറ്റാൻ തീരുമാനമെടുത്ത്, നമുക്കൊന്ന് മാനസാന്തരപ്പെടാൻ തീരുമാനമെടുത്ത് അവർ പറഞ്ഞ ആ കാര്യം നമ്മുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്നേ മക്കളെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ, നീ കൂടെ പോരുന്നു നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ, അലസത കൂടാതെ. അവർക്ക് വേണ്ടി രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ പറയുന്ന കാര്യം ഒരിക്കൽ കൂടി ഒന്ന് കേട്ടേ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ, നീ കൂടെ പോരുന്നു നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ,
അലസത കൂടാതെ. മക്കളെ, രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന മുഴുവനും ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി ഒന്ന് കരമുയർത്തി, സ്വരമുയർത്തി, ചങ്കുപൊട്ടി ഉണർവോടെ ഒന്ന് വിളിക്കാമോ? യേശുവേ, ഈശോയെ, വിശ്വസിച്ച് വിളിക്കട്ടെ മക്കളെ, വിശ്വസിച്ച് ദാഹിച്ച് വിളിക്കട്ടെ. ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി വിളിക്കട്ടെ. ആത്മാക്കളെ രക്ഷിക്കാനായിട്ട് അപ്പന്റെ മുമ്പിൽ വിളിച്ച് യേശുവേ, 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 യേശുവേ. ഹല 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 ഹല. റിയ 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 റിയ. സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. പ്രിയപ്പെട്ട മക്കളെ, കരങ്ങൾ ത്യാഗത്തോടെ നമുക്ക് ഉയർത്തിപ്പിടിക്കാം. ഇത്തിരി വേദന ഉണ്ടാകാം, നടുവിന് ഇത്തിരി വേദന ഉണ്ടാകാം. പക്ഷെ ഈ വേദനയാ എൻ്റെ ഈശോ ചോദിക്കുന്നത്. ഈ വേദന എന്നോടൊന്ന് ചേർക്കാൻ പറ്റുമോ? നിനക്ക് എന്നോടൊന്ന് ചേർന്ന് നിൽക്കാൻ പറ്റുമോ? ഈ ആത്മാക്കളെ മുഴുവനും ഒന്ന് രക്ഷിക്കാൻ എന്നെ ഒന്ന് സഹായിക്കാമോ? നമ്മുടെ സഹായത്തിലൂടെയാ ഈ ആത്മാക്കൾ മുഴുവനും രക്ഷപ്പെടേണ്ടേ. നമുക്ക് ദൈവം ആ ഒരു വിളി തന്നിട്ടുണ്ട്. ആ വിളിയില്ലാത്ത ഒരു മകനോ മകൾക്കോ ഈ ശുശ്രൂഷയിൽ പങ്കുചേരാൻ പറ്റില്ല. മക്കളെ, തീരുമാനിക്കണം. ഇന്ന് തൊട്ടെൻ്റെ ബലിയില് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ബലി ഇനി എനിക്ക് ജീവിതത്തിലില്ല. എൻ്റെ ജപമാലയില് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു രഹസ്യം കാണില്ല. എൻ്റെ കരുണ കൊന്തയില് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു രഹസ്യം ഉണ്ടാകില്ല. എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയില് എൻ്റെ കുടുംബത്തിൽ നിന്ന് മരിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തീരുമാനമെടുക്കുക. പ്രിയപ്പെട്ടവരെ, മരിച്ചുപോയ വൈദികർ, മരിച്ചുപോയ സമർപ്പിതർ, ശുദ്ധീകരണ സ്ഥലത്ത് ആരും പ്രാർത്ഥിക്കാനില്ലാതെ കഴിയുന്ന മക്കൾ, അബോർഷനിലൂടെ മരിച്ചുപോയവർ, ദുർമരണം മൂലം മരിച്ചുപോയവർ, പ്രകൃതി ദുരന്തത്താൽ മരിച്ചുപോയവർ, പകർച്ചവ്യാധിയാൽ മരിച്ചുപോയവർ, ഇവരെയൊക്കെ രക്ഷിക്കേണ്ട മക്കളെ. കോടിക്കണക്കിന് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ രക്ഷിക്കാൻ ഇതാ ദൈവം വിളിച്ചിരിക്കുന്ന നീയ കരമുയർത്താൻ തുടങ്ങിയാൽ, വില കൊടുക്കാൻ തുടങ്ങിയാൽ, അനേകം ആത്മാക്കൾ ഇന്ന് ശുദ്ധീകരണ സ്ഥലത്ത് ആശ്വാസം കണ്ടെത്തും, രക്ഷ പ്രാപിക്കും. മക്കളെ, കരമുയർത്തി ഒരിക്കൽ കൂടി വിളിച്ച യേശുവേ, Hallelujah, 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 hallelujah. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഇവരിൽ നീ കനിയേണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഇവരിൽ നീ കനിയേണമേ. സകല ശുദ്ധീകരണാത്മാക്കളിലും കനിയണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഇവരിൽ നീ കനിയേണമേ. ഇവരിൽ നീ കനിയേണമേ. ഒരു നിമിഷം ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് പോകുക. മുട്ടുകുത്തി കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർക്കാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗം ചേർക്കാം. ഇതാ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കൾ യാചിക്കുന്നത്, കേഴുന്നത്, ആ സ്വരം കർണപടത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ. നീ ഇന്നോ നാളെയല്ല പ്രാർത്ഥിക്കേണ്ടത്, നിന്റെ മരണം വരെ, നിന്റെ മരണം വരെ നീ പ്രാർത്ഥിക്കാനുള്ള കടമ, ഉത്തരവാദിത്വം ദൈവം നിന്റെ കൈകളിൽ തന്നിരിക്കുക. ദൈവമേ, ഞങ്ങളുടെ മരണം വരെ പ്രാർത്ഥിക്കാൻ ശക്തി നൽകണമേ, കൃപ നൽകണമേ, അഭിഷേകം നൽകണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ.
നിർമ്മലരാ ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.